ഇപ്പോൾ ചില മുസ്ലിയാക്കന്മാർ KNMനെയും തൂക്കമൊപ്പിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നുണ്ട്. അതെന്തിനാ? മടവൂരികളെന്ന് സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം അല്ലേ? നിങ്ങളെ ഞങ്ങൾ കുറേ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു വിഷമായിട്ടുണ്ടെന്നാൽ ഞങ്ങളെ ഓലിയൊന്ന് സ്വാഗതം ചെയ്താൽ എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷമാകുമല്ലോ. അങ്ങനെ പുതിയ സംബന്ധക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വാസ്തവത്തിൽ ഈ സംഘടന പിളർന്ന് അതിൻ്റെ ഒരു കഷ്ണം കൊണ്ട് ഹുസൈൻ മടവൂരി പോയപ്പോൾ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ചന്ദ്രികയിൽ വന്നതാണ്. എന്താ വന്നത്? തറാവീഹ്, കുനൂത്ത്, കൈകെട്ട് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഗൾഫ് സലഫികളുടെ ഉദാരനയം സ്വീകരിക്കുന്ന ഹുസൈൻ മടവൂർ, അദ്ദേഹത്തിനെങ്കിലും ആ കാര്യം ബോധ്യായല്ലോ. അതുകൊണ്ട് അദ്ദേഹം പഴയ പണ്ഡിത ചാനലിലേക്ക് തിരിച്ചു വരണമെന്നാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അപ്പവാണിപ നേർച്ചയോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. അന്ന് ചന്ദ്രികയിൽ വന്നതാണ്, കണ്ടോ? അപ്പോൾ പഴയകാല പണ്ഡിതന്മാർ പറഞ്ഞ നേരത്തേക്ക് ഇപ്പോൾ ഹുസൈൻ മടവൂർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉപേക്ഷിച്ച് പോയ പഴയ പണ്ഡിത ചാനലിലേക്ക് തിരിച്ചു വരണമെന്ന് ചെറുശ്ശേരി. അതുപോലെ തന്നെ ഇവർ അന്ന് പത്രത്തിൽ എഴുതിയിരുന്നു, എന്ത്? ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ അത് ഇന്ന് മുജാഹിദുകൾ പറയുന്ന രൂപത്തിലല്ല. അത് ഈ ജീവിതവുമായി ബന്ധപ്പെടുത്തി, പൊതുജീവിതത്തിലെ വിശുദ്ധിയുമായി ബന്ധപ്പെടുത്തി, അങ്ങനെയാണ് ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിനടുത്ത് വാദിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തു പോരേണ്ടി വന്നത് എന്നൊക്കെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ അതിനെ സംബന്ധിച്ച് പ്രബോധനം അന്ന് എഴുതിയത് എന്താണെന്നറിയോ? ഇതന്നെയാണ് ഒരുപാട് കാലമായി അബുൽ ആല മൗദൂദിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അബുൽ ആല മൗദൂദിയുടെ ആശയത്തെ എതിർക്കാൻ ടൺ കണക്കിന് പേപ്പറും ഗാലൻ കണക്കിന് മഷിയും ആയിരക്കണക്കിന് മണിക്കൂറുകളും നിങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ ഇന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന്, ഹുസൈൻ മടവൂരിൻ്റെ കൂടെയുള്ള ഒരു വിഭാഗത്തിനെങ്കിലും നേരം വെളുത്തല്ലോ, അവർക്ക് കാര്യം മനസ്സിലായല്ലോ. ഇതാണ് വ്യതിയാന ചർച്ചയുടെ ബാക്കി പത്രം എന്ന് പറഞ്ഞിട്ട് പ്രബോധനം എഴുതി. ആരാ സ്വാഗതം ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി. കുറച്ച് കഴിയുമ്പോൾ അതാ ചേകനൂരികൾ സ്വാഗതം ചെയ്യുന്നു. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്ത് വഹയി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി പിടിച്ചിട്ട് വഹയി മനപ്പാടമാക്കാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ചുള്ള ആയത്താണ്. സഹാബി ചുണ്ട് ചലിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എന്നൊക്കെ ഹദീസിലുണ്ട്. പക്ഷേ KK മുഹമ്മദ് സുല്ലമി പറഞ്ഞു, അത് വഹയി ഇറങ്ങുന്നതിനെ കുറിച്ചൊന്നല്ല. പരലോകത്ത് നടക്കാൻ പോകുന്ന സംഗതി, സത്യനിഷേധിയായ ആൾ തൻ്റെ ന്യായം സ്ഥാപിക്കാൻ വേണ്ടി പടച്ചവൻ്റെ അടുത്ത് നാക്കിട്ടടിക്കുമ്പോൾ, നീ അങ്ങനെ നാക്കിട്ടടിക്കൊന്നും വേണ്ട, നിന്റെ തെളിവൊക്കെ നമ്മളെ കയ്യിലുണ്ട്, അതങ്ങ് വായിച്ചു തരുമ്പോൾ അതിനെ പിന്തുടർന്നാൽ മതി എന്ന് പറയാലാണ് അതിൻ്റെ അർത്ഥത്തിൽ ശരി. കാരണം അതിൻ്റെ മേലെയും പരലോകത്തെക്കുറിച്ചാണ്, താഴെയും പരലോകത്തെക്കുറിച്ചാണ്. ഈ പ്രശ്നം ചർച്ചയ്ക്ക് വന്ന് ജമിയത്തുൽ ഉലമ തീരുമാനമൊക്കെ വന്നപ്പോൾ ചേകനൂരിൻ്റെ ആളുകൾ എഴുതി, മൗലവി അബുൽ ഹസൻ ചേകനൂർ പണ്ടേ പറയുന്നതാണ് അത് വഹയി ഇറങ്ങുന്നതിനെ കുറിച്ചല്ല, അതിനപ്പുറവും ഇപ്പുറവും പരലോകത്തെക്കുറിച്ചാണ്, അതുകൊണ്ട് സത്യനിഷേധി അള്ളാഹുവിൻ്റെ മുമ്പിൽ വാദിക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷേ നിങ്ങൾ ചേകനൂരിനെ എതിർത്തു. ഇപ്പോൾ ഒരു കൂട്ടർക്കെങ്കിലും ചേകനൂർ പറഞ്ഞ സത്യമാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇങ്ങനെ ചേകനൂർ പറയുന്ന ഓരോന്നും നിങ്ങൾക്ക് മുജാഹിദുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നാര് പറഞ്ഞു? ചേകനൂരികൾ പറഞ്ഞു. ഇനി ആരാങ്ങളെ സ്വാഗതം ചെയ്യേണ്ടത്? സമസ്തക്കാർ സ്വാഗതം ചെയ്തു, ജമാഅത്തെ ഇസ്ലാമി സ്വാഗതം ചെയ്തു, അതുപോലെ തന്നെ പിന്നെയുള്ളത് ചേകനൂരികളാണ്, അവരും സ്വാഗതം ചെയ്തു. എന്നിട്ട് പറയാണ് ഹുസൈൻ മടവൂരിനെ ആരും സ്വാഗതം ചെയ്തിട്ടില്ലല്ലോ. ഇതൊന്നും ആരും മറന്നിട്ടില്ല. ഇതൊക്കെ വേണ്ടി വന്നാൽ അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി ഞങ്ങളോട് വിതരണം ചെയ്യും. പക്ഷേ മടവൂരി മല്ലമാർ ഇത് മറന്നാലും നാട്ടുകാരിത് മറക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം. അത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ ഈ ക്ലിപ്പുമായി നടക്കുന്ന കുബൂരികൾ, ഇത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ പുസ്തകമാണ്, മുജാഹിദ് പ്രസ്ഥാനം എങ്ങോട്ട്. അതിൽ പറഞ്ഞെന്താ അറിയോ? സാധാരണക്കാരന് മതപണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരുടെ ബാധ്യത പണ്ഡിതൻ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ 23-ാമത്തെ പേജിൽ പറയാം, പണ്ഡിതനെ പിൻപറ്റണം, പണ്ഡിതനോട് ചോദിച്ചു പഠിക്കണം, പണ്ഡിതൻ സത്യം പറഞ്ഞാൽ സ്വീകരിക്കണം എന്നല്ല, സത്യമാകട്ടെ നുണയാകട്ടെ, ശരി പറയട്ടെ അബദ്ധം പറയട്ടെ, സാധാരണക്കാരൻ പണ്ഡിതൻ്റെ വാക്കിനെ ചങ്ക് തൊടാതെ വിഴുങ്ങിയാൽ മതീന. ആശയത്തെ ഇസ്ലാഹി പ്രസ്ഥാനം എന്നും എതിർക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യം പുറത്തിറക്കിയ പുസ്തകം തന്നെ തഖ്ലീദിനെതിരിലുള്ള അന്ധമായ അനുകരണത്തിനെതിരെ പുസ്തകമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം.
എന്നിട്ട് ആ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റിനെയാണ് തഖ്ലീദിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിയായി പരിചയപ്പെടുത്തുന്നത്. എത്ര പ്രാവശ്യം തിരുത്തിയിട്ടും ഇനിയും നിങ്ങളത് പറഞ്ഞു നടക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് കാണാം എന്നാണ് ടി പി അത് പറഞ്ഞിട്ടുള്ളത്. അത് ആരോട്? പരലോകത്തിൽ വിശ്വാസമുള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പരലോകത്തിൽ വിശ്വാസമുള്ളവരല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അബ്ദുസ്സലാം സുല്ലമി എത്ര തിരുത്തി? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ പിശാചിനോട് സഹായം തേടിയാൽ പിശാച് ആ മനുഷ്യനെ ഉപദ്രവിക്കുകയില്ല. സലാം സുല്ലമിൻ്റെ ബുക്കിലുള്ളതാ. ജിന്ന്, പിശാച്, സിഹിർ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പിശാചിനോട് സഹായം തേടണം. എന്നാൽ പിശാച് ആ കുട്ടിയെ ഉപദ്രവിക്കൂല, ബന്ധത്തിലുണ്ടാകുന്ന കുട്ടിയെ ഉപദ്രവിക്കൂല. എഴുതിയിട്ടില്ലേ? ഞങ്ങളത് ഇങ്ങനെ എടുത്ത് പറഞ്ഞെടുക്കുകയാണെങ്കിലോ? അതുപോലെ തന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് അയാൾ തിരുത്തിയില്ലേ? സൃഷ്ടിപ്പിൽ എന്നതിനെ സൃഷ്ടികൾക്കിടയിൽ എന്നാക്കി അർത്ഥം മാറ്റി പറഞ്ഞില്ലേ? അതിനെ ഞങ്ങൾ മുജാഹിദ് പണ്ഡിതൻ KNM പ്രവർത്തകന്മാർ അതിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അയാൾ തിരുത്തിയിട്ടും പിന്നെ ന്യായീകരിച്ചു. അതുപോലെ അന്യപുരുഷന്റെ പിന്നിൽ ബൈക്കിലിരുന്ന് പെണ്ണുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യാത്ര ചെയ്യാമെന്നാണ് അയാൾ പറഞ്ഞത്. പുടവയിൽ വന്നതല്ലേ, പിന്നെ തിരുത്തു കൊടുത്തിട്ട് കാര്യമുണ്ടോ? എത്ര മോശമായിട്ട് ആ പേരോട് മുസ്യാരതിനെ കളിയാക്കിയത് അല്ലേ? അന്യപുരുഷന്റെ കൂടെ പെണ്ണ് ഇരിക്കണം, പക്ഷേ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം. എന്നിട്ട് പേരോട് പറയാ സ്പർശനം ഒഴിവായിക്കൊള്ളണമെന്നൊന്നുമില്ല, ശ്രമിച്ചാൽ മതി. ഹമ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയാ മൗലവി ആ സ്പർശനം ഒഴിവാക്കിയതെന്ന് അതുകൂടി ഒന്ന് കാണിച്ചു തരണം മൗലവി എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പുച്ഛിച്ച് പറഞ്ഞില്ലേ? അത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞതല്ലേ? പെണ്ണുങ്ങൾക്ക് ജുമാ ഖുതുബ നടത്താൻ ആമിന വദൂദ് ഖുതുബ നടത്തിയപ്പോൾ അതിലെന്താ തെറ്റ് എന്ന് ചോദിച്ചു പുടവയിൽ എഴുതിയില്ലേ? അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ സുഹൃത്തുക്കളെ, ഒരാൾ തിരുത്തിയാലും അതങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ അതേ മാർഗം ഞങ്ങൾക്ക് അങ്ങോട്ടും സ്വീകരിക്കാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് സ്വീകരിക്കും. പക്ഷേ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ പരലോകത്തിൽ അല്പം വിശ്വാസമുള്ളത് കൊണ്ടാണ്. പക്ഷേ വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, ഇങ്ങോട്ടൊരു തിന്മ ചെയ്താൽ അതിന് പ്രതിഫലം അങ്ങോട്ടും തിന്മയാണ്, തുല്യമായ തിന്മയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന കാര്യം മടവൂരി സുഹൃത്തുക്കൾ ഓർക്കുന്നത് നന്ന് എന്ന് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ ഇപ്പം കാര്യമായി പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം പിളർന്നതിൽ സക്കരിയ സലാഹി സന്തോഷിച്ചു, വളരെയേറെ സന്തോഷിച്ചു. എന്താ കാരണം? പ്രസ്ഥാനം പിളർന്ന് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ പ്രസ്ഥാനത്ത് പുറത്തുപോയ ആളുകളുടെ കുതന്ത്രങ്ങൾ ഓരോന്നോരോന്നായി ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും പുറത്തു വരാൻ തുടങ്ങി. ISM-നെ വർഷങ്ങൾക്ക് മുമ്പേ NMK എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ISM-ലെ കമ്മിറ്റിക്കാർ പോലും അറിയാതെ സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മർക്കസ് ദേവ കൈക്കലാക്കാൻ വർഷങ്ങൾക്ക് മുമ്പേ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നിങ്ങനെ ഒരുപാട് ഈ തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഇവർ ചെയ്തത് പുറത്തു വന്നു. അത് പുറത്തു വന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും ഞാൻ പറഞ്ഞു, ഈ ശൈത്താന്മാരിൽ പുറത്തു പോയത് നന്നായി, ഇത് അനിവാര്യമായൊരു പിളർപ്പായിരുന്നു, ഇതിൽ ഞങ്ങൾക്ക് ദുഃഖമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതപ്പോൾ വലിയ കാര്യമായിട്ട് എല്ലാവരും ദുഃഖിച്ച വേദനിച്ച ഈ പിളർപ്പിൽ സക്കരിയ മാത്രം സന്തോഷിച്ചു. എന്നാൽ നിങ്ങൾ കേൾക്കണോ? ആഗസ്റ്റ് 2002 ഇവരെ പുറത്താക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയ ഷബാബിലെ ഹെഡിങ് എന്താ? പുതിയ പ്രഭാതം, പുതിയ പ്രതീക്ഷകൾ. സംഘടന പിളർന്നതിൽ പുതിയ പ്രഭാതമാണ് അവർ കാണുന്നത്, പുതിയ പ്രതീക്ഷയാണ്. എന്താ എഴുതിയത്? അല്പം വൈകിയാണെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം വീണ്ടുകിട്ടി. എന്നേക്കുമായി സത്യത്തെ തടവിലിടാൻ സാധ്യമല്ലെന്ന് കോടാനുകോടി തവണ മുമ്പ് ആവർത്തിക്കപ്പെട്ടതുപോലെ വീണ്ടും ആവർത്തിച്ചു. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ സാന്നിധ്യം പുതുതായി ഏറ്റെടുത്തവർ ഇസ്ലാഹി കേരളത്തിന് സുപരിചിതരാണ്. സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. ആരാത്? ഹുസൈൻ മടവൂരും കൂട്ടരും. 6 ആൾ കൂടി 21 ആളെ പുറത്താക്കിയില്ലേ? ആ കള്ളക്കമ്മിറ്റിയെ പ്രശംസിച്ചുകൊണ്ടും സംഘടന പിളർന്നതിൽ ഒരു പുതിയ പ്രഭാതമാണ് പിളർന്നിട്ടുള്ളത്, പുതിയ പ്രതീക്ഷകളാണുള്ളതെന്ന് പറഞ്ഞിട്ട് ഇതിലെന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന ശൈലി അങ്ങേയറ്റം കളിയാക്കിയിട്ടുണ്ട്. ഗണ്ണന മണ്ണന പ്രസംഗങ്ങളെയും വാദപ്രതിവാദങ്ങളെയും ഒക്കെ അങ്ങേയറ്റം അധിക്ഷേപിച്ചിട്ടുണ്ട്. ഗണ്ണന പ്രസംഗത്തിന് പോകുന്ന, വാദപ്രതിവാദത്തിന് പോകുന്നവരെ സ്പാനിഷ് കാളകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
സ്പെയിനിൽ കാളപ്പോര് നടത്താൻ വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുള്ള കാളകൾക്ക് ആ സ്പാനിഷ് കാള എന്ന് പറയാം. ഒന്നാമത്തെ സ്പാനിഷ് കാള CP ആണ്. രണ്ടാമത്തെ സ്പാനിഷ് കാള അബ്ദുസലാം സുല്ലമിയാണ്. മൂന്നാമത്തെ കാളയാണ് നമ്മുടെ PT അബ്ദുൽ അസീസും അതുപോലെ ഷഫീഖ് അസ്ലമും ഒക്കെ. വാദപ്രതിവാദത്തിനും ഖണ്ഡന മണ്ഡനങ്ങൾക്കുമൊക്കെ പോകുന്നവർക്ക് കൊടുത്ത പേര് സ്പാനിഷ് കാളകൾ ഇന്ന് പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പുതിയ പ്രഭാതം, പുതിയ പ്രതീക്ഷകളെന്ന് പറഞ്ഞിട്ട് ഈ പിളർപ്പിനെ ആഘോഷിച്ചവർ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇവരെ കുതന്ത്രം പുറത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയി, വല്ലാത്തൊരു അനിവാര്യമായിരുന്നു ഈ പിളർപ്പ്. ഇത്രയും കുതന്ത്രക്കാരാണല്ലോ ഇത്രയും കാലത്തിൻ്റെ ഉള്ളിലുണ്ടായത്, ഇവർ പുറത്തു പോയല്ലോ അൽഹംദുലില്ലാ എന്ന് ഞാൻ പറഞ്ഞത് വലിയ കാര്യമായിട്ടും അവർ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ഇതൊന്ന് ഫോട്ടോ കോപ്പി എടുത്തുകൾ ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഇവർ 35 ഫിത്തനക്കാരെ പുറത്താക്കിയപ്പോൾ അത് അവരെ സംഘടനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം പിറ്റേന്ന് തന്നെ മുമ്പേ ഉണ്ടാക്കി വെച്ച സംഘടന അതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് പുതിയ സംഘടന ഉണ്ടാക്കി പുറത്തു പോയവരാണ്. ഇവിടെ സംഘടന പിളർത്തിയതിനെ സംബന്ധിച്ച് ഞാൻ സന്തോഷിച്ചു എന്ന് പെരുമ്പറയടിക്കുന്നത്. ഈ സംഘടന പിളരുമായിരുന്നോ? 35 ആളുകളെ മാറ്റി നിർത്തിയാൽ ഈ സംഘടന പിളരുമോ? മുസൈം മടവൂരി പിളർത്തിയതായി ഈ സംഘടനയെ. 35 ആള് അവർ ചെയ്ത അച്ചടക്കരാഹിത്യത്തിന് അവർക്ക് കത്ത് കൊടുത്ത് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. ഷോക്കോസ് നോട്ടീസ് കൊടുത്ത മറുപടി തൃപ്തികരമല്ലാത്തത് കൊണ്ട് അവർ പുറത്താക്കിയത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ചെയ്ത തെറ്റിനെ പറ്റി അവർക്ക് ഖേദം തോന്നുകയും ആയത് KNM ഭരണസമിതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ അവർക്ക് തിരിച്ചു വരാം. ഒരു വെള്ളക്കടലാസിൽ എഴുതി കൊടുത്താൽ മതി, ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ച തെറ്റാണ്, അതുകൊണ്ട് സംഘടനയുടെ ഐക്യത്തിന് വേണ്ടി ഞങ്ങൾക്കത് ക്ഷമിച്ചു തരണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് ആ പ്രശ്നം പരിഹരിച്ചിരുന്നു. വേണ്ട 6 മാസം കഴിഞ്ഞാൽ പുതിയ തെരഞ്ഞെടുപ്പ് വരികയാണ്. 80% തൻ്റെ കൂടെയാണെന്നല്ലേ മടവൂര് പറഞ്ഞിരുന്നത്. എങ്കിൽ അദ്ദേഹത്തിന് 6 മാസം കഴിഞ്ഞിട്ട് സംഘടനാ സാരഥ്യം ഏറ്റെടുത്തിട്ട് ഇതങ്ങോട്ട് റദ്ദ് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? എന്നാലും സംഘടനയിൽ ഐക്യമുണ്ടാകുമായിരുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ ഉണ്ടാക്കി വെച്ച സംഘടന അതിൻ്റെ പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുകയായിരുന്നു. 35 പിത്തനക്കാരെ പുറത്താക്കിയപ്പോൾ സംഘടന പിളർന്നിട്ടില്ല. ഉസൈം മടവൂരാണ് പിളർത്തിയത്. ഒരു കഷ്ടം കൊണ്ട് നേതാവായി പോകാൻ വേണ്ടി. അദ്ദേഹം വന്ന് സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. സെക്രട്ടറി പോരാ, ജനറൽ സെക്രട്ടറി തന്നെ ആകണം. അതിനാണ് മൂപ്പർ ആഗ്രഹിച്ചത്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു അധികാരമോഹം. ശരിയാണ്, മൂപ്പർക്ക് അധികാരമോഹം ഉണ്ടായിരുന്നു, മൂപ്പരെ കൂടെയുള്ളവർക്ക് അധികാരമോഹം ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രചരിപ്പിച്ചു KPയുടെ വസീയത്തുണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറി CP ആകണം എന്ന്. ആ വസീയത്തും പറഞ്ഞിട്ട് VC കുട്ടികൾ ഇതിലെങ്ങനെ നടന്നു. എന്നിട്ട് അവരാദ്യത്തെ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ CPനെ എടുത്തില്ല. അടുത്ത കമ്മിറ്റി ഉണ്ടായപ്പോൾ എടുത്തില്ല. പിന്നെ ആരോടാണോ ഈ കള്ള വസീയത്തും പറഞ്ഞ് നടക്കുന്നത്? ആ കള്ള വസീയത്ത് പറഞ്ഞ ആളെ സ്ഥിതി ഇപ്പം എന്താ? വസീയത്ത് പുറത്തു വിട്ട ആളുണ്ടല്ലോ. KPയുടെ അടുത്ത APയോടോ അലി അബ്ദുറസാഖ് മലിനോടോ ഒന്നും പറഞ്ഞിട്ടില്ല. മഞ്ചേരിത്തെ ഒരു ഡോക്ടറോടാ പറഞ്ഞതാ. ആ ഡോക്ടർ ഇപ്പം എവിടെ ഉണ്ട്? അയാളോട് ചോദിക്കായിരുന്നില്ല എന്തേ CPനെ ആക്കായിരുന്നത്? എന്തെല്ലാം കള്ളപ്രചരണങ്ങളായി ഇവർ നടത്തിയത്. അപ്പം സുഹൃത്തുക്കളെ, കളവും കുതന്ത്രവും വഞ്ചനയും മാത്രം കൈമുതലാക്കിയൊരു വിഭാഗമാണ് ഇവർ ഇസ്ലാം നീതിക്ക് നന്മക്ക് എന്ന് പറഞ്ഞല്ലോ, അതിന് ഒരു വെട്ടിട്ടിട്ട് അതിൻ്റെ അടിയിൽ എഴുതണം മടവൂരിസം ചതിക്ക് വഞ്ചനക്ക്. അതാ ഞങ്ങളെ സമ്മേളനത്തിന് യോജിച്ച പ്രമേയം. നിങ്ങൾ ചെയ്ത വഞ്ചനങ്ങളുടെ ലിസ്റ്റ് ചെയ്താണ്ടല്ലോ, എത്ര പറയാണ്ടെന്നറിയോ? ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമുക്ക് പിന്നെയും പറയാം. ഞാനിപ്പോൾ ഇതിലേക്ക് കിടക്കല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ സംഘടനയിൽ അനിവാര്യമായൊരു പിളർപ്പായിരുന്നുവെന്ന് ഇന്ന് സാധാരണക്കാർ വരെ പറയുന്നു. ഇത്രയും ഫിത്തനക്കാരാണല്ലോ, ഇവരെ കൂടെയാണല്ലോ നമ്മളിവിടെ പുറത്ത് ജീവിച്ചത് എന്ന്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് വലിയ പെരുമ്പറയടിക്കാനൊന്നുമില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ജിന്ന് ശൈത്താൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മടവൂരികൾ നടത്തുന്ന കുപ്രചരണങ്ങൾ, ആ കുപ്രചരണങ്ങൾ വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ നിന്നുള്ള തികഞ്ഞ വ്യതിയാനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ യഥാർത്ഥ വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് മുജാഹിദുകൾക്കല്ലെന്നും വാസ്തവത്തിൽ വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് മടവൂരികൾക്കാണെന്നും ഞങ്ങളിവിടെ തെളിയിക്കാൻ പോവുകയാണ്. എന്തിനാണ് ഈ ജിന്ന് ശൈത്താൻ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നിങ്ങളുടെ നാട്ടുകാരനായ അബ്ദുർ റഊഫ് മദനി പുളിക്കൽ അദ്ദേഹം പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേട്ടോളൂ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിച്ചു തന്നത്? എന്തിനാണ് ഒരു മനുഷ്യൻ, മുസൽമാനായ മനുഷ്യൻ, ഈ ജിന്നുകളെ കുറിച്ച് മനസ്സിലാക്കുന്നത്? എന്തിനാണ് ഇത്രയധികം സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യം പറഞ്ഞു തന്നത്? ആലോചിക്കാം, നിങ്ങൾക്ക് പറയാം. എന്തിനാണ് റബ്ബ് ഇങ്ങനെ സൃഷ്ടിയെപ്പറ്റി പറഞ്ഞു തന്നത്?
മലക്കുകളെ പറ്റി എന്തിനാ പറഞ്ഞു തന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മലക്കുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നത് 2 ലക്ഷ്യങ്ങൾക്കാണ് പ്രധാനമായി. ഒന്ന്, മനുഷ്യ നീ തനിച്ചല്ല, നിന്നെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാനുള്ള ഒരു മലക്ക്, നീ കാണാത്തൊരു സൃഷ്ടി സദാ നിന്റെ കൂടെയുണ്ട്, സൂക്ഷിച്ചോളണം, ശ്രദ്ധിച്ചോളണം എന്നറിയിക്കാനാണ്. മറ്റൊന്ന്, അള്ളാഹു റബ്ബ് ഉന്നതനാണ്. ആ ഉന്നതനായ റബ്ബ് മനുഷ്യരുമായി നേരിട്ട് ബന്ധപ്പെടാറില്ല ഇങ്ങോട്ട്, പകരം മലക്ക് മുഖേനയാണ് ബന്ധപ്പെടാറ്. ഇനി പറയാനുള്ള കാര്യങ്ങൾ പ്രവാചകത്വവും കിതാബുമൊക്കെയാണ്. അതെങ്ങനെ മനുഷ്യന് കിട്ടിയെന്ന ആളുകൾ അത്ഭുതപ്പെടുമ്പോൾ മലക്ക് മുഖേന കിട്ടിയെന്ന അടുത്ത വിശ്വാസ കാര്യങ്ങൾ ഉറക്കാനും വേണ്ടിയാണ് അള്ളാഹു മലക്കുകളെ പറ്റി പറഞ്ഞു തന്നത്. ശരി, മനസ്സിലായി. മലക്കുകളെ പറ്റി, ഈ ജിന്നുകളെ പറ്റി നമുക്ക് അറിയിച്ചു തന്നത് എന്തിനാണ്? ഒന്ന്, നേരത്തെ പറഞ്ഞു മലക്കുകൾ നന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സദാ നമ്മോടൊപ്പം. അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ സദാ നേരവും തിന്മകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സൃഷ്ടി, മനുഷ്യൻ കാണാത്തൊരു സൃഷ്ടി അവന്റെ കൂടെയുണ്ട് എന്നറിയിക്കാനാണ് ഇത് പറഞ്ഞത്. ആ ഹദീസ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ഖദ് ഉക്കില ബിഹി ഖരീനുഹു മിനൽ ജിൻ വ ഖരീനുഹു മിനൽ മലായിക. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഓരോ മനുഷ്യന്റെ കൂടെയും മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരനും ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരനും സദാ ഉണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഓരോ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും പടച്ചവൻ കൂടെ അയക്കുന്നു. ഈ മലക്ക് നമ്മൾ കാണാതെ നമ്മോടൊപ്പം നിന്ന് നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുമ്പോഴേ ഈ ജിന്ന് നമ്മോടൊപ്പം നിന്ന് തെറ്റുകളിലേക്ക് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറയാനാണ് അള്ളാഹു ജിന്നുകളുടെ വിശ്വാസം പറഞ്ഞത്. തെറ്റുകളിലേക്കുള്ള ഒരു പ്രേരണ സദാ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് ആ ബാഹ്യശക്തി ജിന്നാണ് എന്ന് മനസ്സിലാക്കാൻ. അത് സത്യമാണെന്ന് അനുഭവമുണ്ടല്ലോ. നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, നന്മകൾ ചെയ്യാൻ ശക്തിയും ആവേശവും പ്രചോദനവും നൽകുന്ന മനസ്സ് തന്നെ പലപ്പോഴും ഒരു പ്രേരണ ഉണ്ടാവാറുണ്ട് തെറ്റുകൾ ചെയ്യാനും. ചെയ്തു പോയ തെറ്റുകളെ പറ്റിയിട്ട് ബേജാറില്ലാതെ മനസ്സമാധാനം ഉണ്ടാക്കാനും ഒരാൾ മനസ്സിലിരുന്ന് പറയാറുണ്ട്. പലപ്പോഴും അനുഭവമാണ്. അതിന് ഖുർആൻ നൽകുന്ന വിശദീകരണം, ഹദീസ് നൽകുന്ന വിശദീകരണം അത് ആ ജിന്നാണ് എന്നാവുന്നു. ഇത് പറയാനാണൊന്ന്. അപ്പോ ജിന്നുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, എന്തിനാ ഈ വിഷയമൊക്കെ പറയണത്? അത് പറയേണ്ട ആവശ്യം എന്താണ്? അബ്ദുർ റഊഫ് മദനി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ക്ലാസ്സാണ്, ഓഡിയോ CD ആണ്. വീഡിയോ അന്ന് പ്രചാരത്തിലില്ലാത്ത കാലമാണ്. ഖത്തറിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അദ്ദേഹം മലക്കുകളിലുള്ള വിശ്വാസം പറഞ്ഞപ്പോൾ അടുത്ത ക്ലാസ്സിൽ മലക്കുകളെ പോലെ വേറൊരു സിട്ടിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, മലക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നത് നമ്മളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സിട്ടി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാനാണ്. അതുപോലെ മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സിട്ടി സദാ നമ്മുടെ കൂടെയുണ്ട്. ഓരോ മനുഷ്യന്റെ കൂടെയും മലക്കിൽപ്പെട്ട ഒരു കരീനും ജിന്നിൽപ്പെട്ട ഒരു കരീനുമുണ്ട്. കരീൻ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാത്ത കൂട്ടുകാരൻ, കൂട്ടാളി. അപ്പൊ ഒരു കൂട്ടാളി പിശാച് നിങ്ങളെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ എപ്പോഴും തിന്മയിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും, മലക്ക് നിങ്ങളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നത് പോലെ. അതുകൊണ്ട് എക്കാലത്തും മനുഷ്യരെ ഓർമ്മപ്പെടുത്തേണ്ട വിഷയമാണിത് എന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞത് ഇവിടെ ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം മുമ്പേ ഈ നിലക്ക് തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുള്ളൂ. ജനങ്ങൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു ഏരിയയാണ് പിശാചിന്റെ ദുർബോധനങ്ങൾ പെട്ടിട്ട് വഴിതെറ്റുക എന്നുള്ളത്. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അതിനാൽ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കണക്കാക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ശത്രുവിനെ കുറിച്ച് നമുക്ക് വേണ്ടത്ര വിശദീകരണം ലഭിച്ചാൽ മാത്രമേ ശത്രുവിനെ കുറിച്ച് നമുക്ക് ജാഗ്രത പാലിക്കാൻ സാധിക്കുള്ളൂ. ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം വിപുലമാണ്, ആ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്തു ചെയ്യണമെന്ന് വിശ്വാസികൾ എക്കാലത്തും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ ഹദീസും ജിന്നുകളെ കുറിച്ചും പ്രത്യേകിച്ച് ജിന്നുകളിൽപ്പെട്ട ശൈത്താനെക്കുറിച്ചും ആവർത്തിച്ച് മുസ്ലിമീങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യനെ നരകത്തിലെത്തിക്കുക, മനുഷ്യന്റെ ലക്ഷ്യത്തിൽ തെറ്റിക്കുക എന്നത് പ്രധാന അജണ്ടയായി സ്വീകരിച്ചൊരു പിശാച് അവനിവിടെ ആവതും നിങ്ങളെ നരകത്തിലെത്തിക്കാൻ പരിശ്രമിക്കും എന്ന ജാഗ്രത നിങ്ങൾക്കുണ്ടാകണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഉദ്ദേശിച്ചതെന്ന് അബ്ദുർ റഊഫ് മദനി പറയാണ്. അദ്ദേഹം ഏതായാലും ഇപ്പോൾ KNM കൂടെയല്ല എന്നെല്ലാവർക്കും അറിയാം. മറിച്ച് പല കളികളും കളിച്ചു ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. അവർ പറഞ്ഞ ഞങ്ങൾ നിഷ്പക്ഷമാണ്. നിഷ്പക്ഷം കളിച്ച് ഇപ്പോൾ വർത്തമാനം പത്രം കൂടി ഏറ്റെടുക്കാവുന്ന അത്ര മടവൂരിസം തലയിൽ കയറിയ ഗ്രൂപ്പാണ്. ഇവിടെ പൊളിഞ്ഞു പാളീസായി എന്ന് പറഞ്ഞാൽ എന്നാലും ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നിടത്താണ് അവരുള്ളത്. ഈ കുതന്ത്രത്തിനും അതുപോലെ തന്നെ വഞ്ചനക്കും ഒക്കെ സാക്ഷിയായ ഒരാളാണ് നമ്മുടെ അബ്ദുർ റഊഫ് മദനി. അദ്ദേഹം ഇപ്പോൾ അപ്പുറത്താണ്. നിഷ്പക്ഷമെന്ന് പറഞ്ഞ്
ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന് മടവൂരിശത്തിന് തീരെഴുതി കൊടുത്തതിൽ അദ്ദേഹത്തിനും ചെറിയ പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, അദ്ദേഹം ഇപ്പോൾ ഒരു 7 മണിക്കൂർ CD ഇറക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പുകൾ ഞങ്ങളതിൽ വേണ്ടതുപോലെ നിങ്ങൾക്ക് തരും. അബ്ദുർ റഊഫ് മദനിയും സലാം സുല്ലമിയും തമ്മിലുള്ള ഡിബേറ്റ് ആയിരിക്കും അടുത്ത് ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിങ്ങളെ പിന്നാലെ കൂടിയുണ്ടല്ലോ, നിങ്ങൾക്ക് നിക്കക്കളി ഉണ്ടാവില്ല. നിങ്ങൾ 4 വായാടികളെ കൊണ്ട് ഒരു 5-10 ക്ലിപ്പുണ്ടാക്കിയിട്ട് കേരളം മുഴുവൻ അതിങ്ങനെ ഛർദ്ദിച്ച് നടക്കല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഗൗരവമേറിയ ഉത്തരവാദിത്തങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും അതിനെ അവഗണിക്കുന്നത്. പക്ഷേ ആ അവഗണനയെ ഒരു ദൗർബല്യമായി കാണുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തിരിച്ചടിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് മടവൂരി മൊല്ലമാരെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇത്രേ മുജാഹിദ് ആദർശം ഇപ്പോൾ കിട്ടിയതാ, ആദർശ വ്യതിയാനം. എന്താ എഴുതിയിരിക്കുന്നത്? ജിന്ന് സിഹിർ വിഷയങ്ങളിൽ മതപ്രമാണങ്ങൾക്ക് വിരുദ്ധവും ഈമാനിനെ കളങ്കപ്പെടുന്നതുമായ അപകടകരമായ അന്ധവിശ്വാസങ്ങൾ AP മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്നു. താഴെ കൊടുത്ത പട്ടിക ശ്രദ്ധിച്ച് നിങ്ങൾ യഥാർത്ഥ മുജാഹിദുകളാണോ എന്ന് വിലയിരുത്തുക. അപ്പം യഥാർത്ഥ മുജാഹിദ് മടവൂരിയാണ്. നമ്മളൊക്കെ ഇമിറ്റേഷൻ മുജാഹിദാണ്. സ്വർണ്ണമല്ല, സ്വർണം പൂശിയതാണ് നമ്മളൊക്കെ. അത് ഞങ്ങൾ തെളിയിച്ചു തരും നിങ്ങൾക്ക് ആരാ ഇമിറ്റേഷൻ മുജാഹിദ്. മുജാഹിദിൻ്റെ പേര് പറയാൻ പോലും നിങ്ങൾക്ക് അവകാശമല്ല. ഹുസൈൻ മടവൂര് പണ്ടേ പറയാറുണ്ട്, നമ്മളെ മുജാഹിദ് എന്നുള്ള പേര് മാറ്റണം. അഫ്ഗാൻ മുജാഹിദ് അന്ന് തെറ്റിദ്ധരിക്കുന്ന എത്ര സമയം പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പം പേര് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓടി നടക്കല്ലേ, നിങ്ങളെ ഗതികേടാണത്. ഹുസൈൻ മടവൂര് മുജാഹിദ് എന്ന പേര് മാറ്റണം, അഫ്ഗാൻ മുജാഹിദാണെന്ന് തെറ്റിദ്ധരിക്കും. എനിക്ക് അറേബ്യ പിരിവിന് പോകാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ ആള് ഇപ്പം മുജാഹിദ് എന്നുള്ള പേര് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് കോടതികൾ കയറിയിറങ്ങി വില കുറഞ്ഞ 7-അംഗ തന്ത്രങ്ങളെ പയറ്റുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. സലഫി മൻഹജ് എന്നൊരു സാധനമില്ലാതെ 5-ാം മദ്ഹബാണ്, ഗൾഫ് ഇറക്കുമതിയാണ് എന്ന് പറയുന്നവർ അവർ തന്നെ ഞങ്ങൾ സലഫികളാണ് എന്ന് പറയുന്നു. സലഫി കോംപ്ലക്സും സലഫി മസ്ജിദൊന്നും പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ പേര് അങ്ങനെ തന്നെ ഇടുന്നു. എന്തിനാ? ഞങ്ങൾ അതിൻ്റെ ആളെന്നെയാണ് ഇട്ടാ എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതിൻ്റെ ഭാഗം. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുജാഹിദ് ആദർശം എന്ന് പറയുന്നത് മടവൂരി ആദർശവും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ പേരിൽ കുറേ കള്ള ആരോപണങ്ങൾ വെച്ചിട്ട് അത് ആദർശ വ്യതിയാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളെ ആധാരമാക്കി മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? മറഞ്ഞ മാർഗം ബ്രാക്കറ്റിലെ ഗൈബ്, അതിലൂടെ നന്മയും തിന്മയും വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് അവരുടെ വാദം. നീയോ AP മുജാഹിദുകൾ പറയുന്നു, പ്രചരിപ്പിക്കുന്നു എന്താ? മറഞ്ഞ മാർഗത്തിലൂടെ നന്മയും തിന്മയും വരുത്താൻ ജിന്നുകൾക്കും സാധിക്കും. പച്ച നുണ, കല്ല് വെച്ച നുണ. എവിടെയാണോ ഏതെങ്കിലും ഒരു മടവൂരി നട്ടെല്ലും മാണത്തവും ഉള്ളവനുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ എഴുതിയത് നിങ്ങൾ കൊണ്ടുവരട്ടെ. ഇപ്പം ഈ പ്രസംഗം കയ്യണിയൊക്കെ കൊണ്ടുവരണോ? വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഉള്ള നിലയാണല്ലോ അവിടെ. വെല്ലുവിളിക്കുന്നു ഞാൻ, എവിടെയാണ് ഞങ്ങളിത് എഴുതിയത്? മറഞ്ഞ മാർഗത്തിലൂടെ നന്മയും തിന്മയും വരുത്താൻ ജിന്നുകൾക്കും സാധിക്കും. എന്താണോ മറഞ്ഞ മാർഗം എന്ന് പറഞ്ഞാൽ? ഗൈബിയായ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഗൈബിയായ മാർഗത്തിലൂടെ അള്ളാഹുവിന് മാത്രമേ ഗുണവും ദോഷവും വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് എന്നും പറയുന്നവരും വിശ്വസിക്കുന്നവരുമാണ് ഞങ്ങൾ. പക്ഷേ മറഞ്ഞ മാർഗം എന്താണെന്ന് ഈ എടവണ്ണ സുല്ലമിക്കും അദ്ദേഹത്തിൻ്റെ വാലാട്ടികൾക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇവിടെ 5 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന ഞാൻ എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്ന ആ പുസ്തകം കഴിഞ്ഞ സാൽവേഷനിൽ ഇറക്കിയ പുസ്തകമാണ് ജിന്നും സിഗറും മടവൂരികളുടെ ദുഷ്പ്രചരണവും എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഞങ്ങൾ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാസ്തവത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ജിന്നുകൾക്കും ശൈത്താന്മാർക്കും മനുഷ്യനെ അഭൗതികമായി സഹായിക്കാനും ഉപദ്രവിക്കാനും കഴിയുമെന്ന് KNMകാർ പ്രചരിപ്പിക്കുന്നു എന്നാണ് ആരോപണം. മറുപടി, ഈ ആരോപണം അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. അഭൗതികമായ മാർഗത്തിൽ അഥവാ അല്ലെങ്കിൽ മറഞ്ഞ മാർഗത്തിൽ മനുഷ്യനെ സഹായിക്കാനും ഉപദ്രവിക്കാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂവെന്നും അള്ളാഹുവിന് പുറമെ വല്ല സിട്ടിക്കും അപ്രകാരം സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിൻ്റെ കഴിവിൽ ആ സിട്ടിയെ പങ്കുചേർക്കലാകും അഥവാ ശിർക്കാകും എന്നല്ലേ നാം ഇത്രയും കാലം പഠിപ്പിച്ചത്? എന്നിരിക്കെ ജിന്നും ശൈത്താനും അഭൗതികമായി സഹായിക്കുമെന്ന KNMകാരുടെ വിശ്വാസം ശിർക്കല്ലേ? ഇതാണ് പ്രസ്തുത ആരോപണത്തിലൂടെ മടവൂരികൾ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മടവൂരികളുടെ അജ്ഞതയുടെ വ്യക്തമായ തെളിവാണ് ഈ ആരോപണം. മറഞ്ഞ മാർഗം അഥവാ അഭൗതിക മാർഗം എന്നതിൻ്റെ ഉദ്ദേശം ഈ സുല്ലമിക്കും ഗ്രൂപ്പ് ഭ്രാന്തന്മാർക്കും മനസ്സിലായിട്ടില്ല. മറഞ്ഞ മാർഗം എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് നേരിൽ കാണാത്ത മാർഗം എന്നല്ല.
കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള മാർഗം എന്നാണ് അർത്ഥം. ജിന്നുകൾ അല്ലെങ്കിൽ പിശാചുക്കൾ നമ്മെ ഉപദ്രവിക്കുന്നത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള മാർഗത്തിലൂടെയല്ല. ജിന്നുകളുടെ കഴിവുകളും ഉപദ്രവ രീതികളും നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്തത് കൊണ്ട് മാത്രം അതിനെ മേൽപ്പറഞ്ഞ അർത്ഥത്തിൽ അഭൗതികം എന്ന് വിളിച്ചുകൂടാ. അതല്ല കേവലം കണ്ണിൽ കാണാത്ത മാർഗം എന്നാണ് അർത്ഥമെങ്കിൽ പിശാച് നമ്മുടെ മനസ്സിൽ ദുർമന്ത്രം നടത്തി വഴിതെറ്റിക്കുന്നതും പ്രത്യക്ഷ മാർഗത്തിലൂടെയല്ലല്ലോ. തീർച്ചയായും അവനും അഥവാ പിശാചും അവന്റെ ഗോത്രക്കാരും നിങ്ങളെ കാണുന്നു, നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയാത്ത വിധമെന്ന് ഖുർആനിൽ തന്നെ കാണാം. ശാരീരിക ഉപദ്രവത്തെക്കാൾ എത്രയോ ദ്രോഹകരമാണല്ലോ വസ്വാസ് അഥവാ മനസ്സിൽ ദുർമന്ത്രം നടത്തൽ. ഇത്തരത്തിൽ പിശാച് മനുഷ്യനെ ദ്രോഹിക്കുമെന്ന് മുസ്ലിങ്ങളെല്ലാം വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെല്ലാം ശിർക്കൻ വിശ്വാസക്കാരായോ മടവൂരികളെ? ഇത് പറഞ്ഞുകൊണ്ട് ഈ വിഷയം വ്യക്തമായി തന്നെ ഇതിലെടുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലാത്ത വാദം ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ വെച്ചുകെട്ടി മറുപടി പറയുന്ന ശൈലിയാണ് ഇവിടെ ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞതും അതന്നെ, മറഞ്ഞ മാർഗത്തിലൂടെ അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നതാണ് മുജാഹിദ് ആദർശം. പക്ഷേ KNM ഇപ്പോൾ പറയുന്നത് മറഞ്ഞ മാർഗത്തിലൂടെ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാം. ശുദ്ധ നുണയാണത്, ശുദ്ധ നുണ, വെള്ളം ചേർക്കാത്ത നുണ. ആരാത് പറഞ്ഞത്? മറഞ്ഞ മാർഗത്തിലൂടെ ജിന്നോടും മലക്കിനോടും സഹായം. മറഞ്ഞ മാർഗമെന്ന് പറഞ്ഞാൽ അഭൗതികമായ മാർഗമാണ് എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ജിന്നിനോടും മലക്കിനോടും പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറയുന്നു എന്നാണ്. മറഞ്ഞ മാർഗത്തിലുള്ള സഹായതട്ടം, ഗൈബിയായ മാർഗത്തിലുള്ള സഹായതട്ടം എന്ന പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് നടത്താമെന്ന് മലക്കിനോട് നടത്താമെന്ന് മുജാഹിദുകൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? നുണ പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്തൊരു വർഗമായി ഇവർ അധപ്പതിച്ചിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? സത്യവിശ്വാസികളുടെ മനസ്സിൽ നന്മയോട് ആഭിമുഖ്യം ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. ഖുർആൻ 49:14 കാണുക. എന്നിട്ട് അതിന് നേരെ എതിര് സത്യവിശ്വാസികളുടെ മനസ്സിൽ നന്മ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന നല്ല ജിന്നാണ്. വാസ്തവത്തിൽ ശംസുദ്ദീൻ പാലത്തിൻ്റെ ചില പ്രസംഗത്തിൽ വന്നിട്ടുള്ള ചില അബദ്ധങ്ങളെ മറയാക്കിക്കൊണ്ടാണ് ഇവർ ഈ വാദം ഉന്നയിക്കുന്നത്. കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലോ പറഞ്ഞിട്ടുണ്ടോ ഇത്? ഇല്ല. ഏതെങ്കിലും ഒരു പ്രസംഗകന് സംഭവിച്ച ഒരബദ്ധം അത് KNMന്റെ മുഴുവൻ വാദമായി അവതരിപ്പിക്കുന്നത് നീതിയാണോ? നിങ്ങൾ ഇസ്ലാം നീതിക്ക് എന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങളെ കൂടെ ജീവിച്ച, നിങ്ങൾ ഇത്രകാലം കൂടെ പെരുമാറിയവരോട് നിങ്ങൾ നീതി കാണിക്കണ്ടേ? ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. നിങ്ങൾ ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് നീതി കാണിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി കാണിക്കണം. അതാണ് തഖ്വയോട് ഏറ്റവും യോജിച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഞങ്ങളോട് നിങ്ങൾ നീതി കാണിക്കണ്ടേ? ശംസുദ്ദീൻ പാലത്തിനെ സംബന്ധിച്ച് അദ്ദേഹം അത് എത്രയോ സ്റ്റേജിൽ വെച്ച് പറഞ്ഞതാണ്. ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. നല്ല ജിന്നുകൾ മനുഷ്യനെ നല്ല കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കും, ചീത്ത ജിന്നുകൾ ചീത്ത കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് പോലെയെന്ന്. പക്ഷെ ഖണ്ഡിതമായി ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കാത്തൊരു വാദം എന്ന നിലക്ക് അദ്ദേഹം ആ വാദം പിൻവലിച്ചു. ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചത് അബദ്ധമായി പോയി, അതുകൊണ്ട് ഞാനത് തിരുത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഈ കാര്യം പിൻവലിച്ചു എന്ന് പറയുന്ന ഭാഗം അത് ഒരു അല്പനേരം നിങ്ങളൊന്ന് കേൾക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാകാനും ഈ വിഷയത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ അദ്ദേഹത്തോട് തിരുത്താൻ ആവശ്യപ്പെടുകയും അദ്ദേഹം തിരുത്തുകയും ചെയ്ത കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ്. ആ കാര്യം നിങ്ങളൊന്ന് കേട്ടോളൂ. അദ്ദേഹം തന്നെ പറയുന്നത്: വീട്ടിൽ വരണമെന്നും അല്ലെങ്കിൽ ഭാര്യയുടെ കിടപ്പറയിൽ കയറിക്കിടന്ന് അവളുമായി ലൈംഗികബന്ധം ഉയർത്തുമെന്നും ഏത് ശബാബിലുള്ളത്? എൻ്റെ ഏത് പ്രസംഗത്തിലുള്ളത്? അത് ഞാൻ സലാം സുല്ലമിൻ്റെ റിയാദ് സാലിഹിൻ്റെ പരിഭാഷ എടുത്തിട്ട് വേണമെങ്കിൽ ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ചുതരാം. എന്ത് ബിസ്മില്ലാന്ന് ചൊല്ലി അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ അമാ റസഖ്തനാ എന്നുള്ള അള്ളാഹിൻ്റെ നാമം നിങ്ങൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ വീഴ്ചയിൽ പങ്കാളി പിശാചിന് സ്പർശം ഉണ്ടാവുന്ന, അല്ലാണ്ട് ഒരു മനുഷ്യൻ്റെ മാതിരി ഏർപ്പെടുത്തി അവിടെ ശുക്രസ്കലനം നടത്തി കുട്ടി ജനിക്കും. അള്ളാഹു അങ്ങനെ പിശാചിന് സ്പർശം ഉണ്ടാകുന്നതിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ഞാനൊരു ദുആ ചെയ്തപ്പോൾ, ഞാൻ ജിന്നിൻ്റെ കുട്ടിയാണോ അല്ലേന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നുണ്ട് ക്ലിപ്പിട്ട് നടക്കുക. അപ്പം വമ്പിച്ച ചതിയും ദുഷ്പ്രചാരണവും, അങ്ങനെ ഒരു വാക്കിനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത് പിശാചിന്റെ സ്പർശമില്ലാതിരിക്കട്ടെ. അത് നമുക്ക് അറിയാത്ത വഴിയാണ്, അല്ലാതെ പിശാചിന്റെ കുട്ടിയാണ് എന്നതിൽ നിന്നല്ല. അതവർ തെറ്റായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാകുന്നു.
പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നത് ലം യത്നിസൂന ഇൻസുൻ ഖബലഹും വലാ ജാൻ എന്ന ആയത്ത് ഓതി കേൾപ്പിച്ചിട്ട് ഞാൻ ഇമാം അബൂ ഹനീഫയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഞാൻ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കാനും പറ്റും. ആ എടുത്തുകൊണ്ട് അവർ ഇത്ര വരെ പറഞ്ഞിട്ടുണ്ട് ജിന്നുകൾ സ്പർശിക്കും. അതെങ്ങനെയാണ് നമുക്കിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് അത്ര വരെ പറഞ്ഞവരുണ്ട് എന്ന ഒറ്റ വാചകത്തിൽ ഞാൻ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയിരുന്നു. അതും വളരെ വ്യക്തമായി പ്രമാണങ്ങളോട് യോജിക്കുന്നതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ആ കാര്യം കൂടി പറയാണ്. അതുകൊണ്ട് ശബാബിന്റെ തീയതി പറഞ്ഞിരേണ്ട കാര്യമല്ല, കാരണം ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ഞാനത് പിൻവാങ്ങിയിരിക്കുന്നു. ഇങ്ങനെ അപ്പൊ കണ്ടോ, അദ്ദേഹം എത്രയോ സ്ഥലത്ത് പറഞ്ഞ ഒരു ഭാഗം മാത്രം കേൾപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് ഇസ്ലാഹിൽ അഭിമുഖം തന്നെ വന്നിട്ടുണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്ന്. അബദ്ധങ്ങൾ ഒരാൾക്ക് സംഭവിച്ചാൽ അതിൽ ഇസ്ലാമികമായ മര്യാദ എന്താണ്? അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരും മുതിർന്ന പണ്ഡിതന്മാരും പറഞ്ഞു, ഇങ്ങനെ ചില അബദ്ധങ്ങൾ, അത് അബദ്ധങ്ങളാണ്, അല്ലെങ്കിൽ പണ്ഡിതാഭിപ്രായങ്ങളാണ്, ഖണ്ഡിതമായ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയാത്തതാണ്, അത് പിൻവലിക്കണം, തിരുത്തണം, CD പിൻവലിക്കണം. പിൻവലിച്ചു, സസന്തോഷം അദ്ദേഹം അത് സ്വീകരിച്ചു. എന്നിട്ടും അദ്ദേഹത്തെ ക്രൂശിക്കുകയാണ് വെറുതെ. അദ്ദേഹത്തിൻ്റെ വാദം KNMന്റെ വാദമായി അവതരിപ്പിക്കുകയാണ്. ഇതാ ഇനി കേട്ടോളൂ, ഉറങ്ങുന്ന മനുഷ്യനെ സുബഹിക്കുണർത്തുന്ന അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തോ സത്യവിശ്വാസികൾക്ക് ജീവിതത്തിൽ നല്ല ജിന്നിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ്, കാരണം നല്ല ജിന്നാണ് അവന് സുബഹിക്ക് വിളിച്ചുണർത്തുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ശംസുദ്ദീൻ പാലത്ത് ആദ്യം പ്രസംഗിക്കുകയും പിന്നീട് അദ്ദേഹം തിരുത്തുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതാണ് KNMന്റെ വാദമായി ഇപ്പോഴും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം, അള്ളാഹു അല്ലാത്ത വിളിച്ചു തേടിയിട്ടൊരു പ്രയോജനവുമില്ല, നമ്മെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല, ഒരു കാരക്കച്ചേളിൻ്റെ ഉപകാരം പോലും അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല. ഖുർആൻ എന്നിട്ട് കുറേ ആയത്തുകളെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ KNMന്റെ വാദം എന്താണ് എഴുതിയിരിക്കുന്നത്? ജിന്നുകളോട് സഹായം തേടിയാലും ആരാധിച്ചാലും കാര്യമുണ്ട്. ജിന്നുകളെ ആരാധിക്കുന്ന ജ്യോത്സ്യന്മാരെയും അതുപോലുള്ളവരെയും ജിന്നുകൾ സഹായിക്കും. തൻ്റെ ആരാധകർക്ക് ജിന്ന് മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. ഇതെല്ലാം KNMന്റെ വാദമാണ്. അത് വ്യതിയാനമാണ്, ആദർശ വ്യതിയാനമാണ്. ജിന്നുകളോട് സഹായം തേടിയാലും ആരാധിച്ചാലും, ജിന്നുകൾ ആരാധിക്കുന്നത്, ജിന്നിൽപ്പെട്ട പിശാചുക്കളെ പൂജിക്കുന്നത് മന്ത്രവാദികൾ, അതുപോലെ തന്നെ ജ്യോത്സ്യന്മാർ, അവർക്കതുകൊണ്ട് കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആദർശ വ്യതിയാനമായി. ജിന്നുകൾ ആരാധിക്കുന്ന ജ്യോത്സ്യന്മാരെയും അതുപോലുള്ളവരെയും ജിന്നുകൾ സഹായിക്കും എന്ന് പറഞ്ഞാൽ അത് ആദർശ വ്യതിയാനമായി, അന്ധവിശ്വാസമായി. തൻ്റെ ആരാധകർക്ക് ജിന്ന് ചില മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ആദർശ വ്യതിയാനമായി. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുർ റഊഫ് മദനി തന്നെ അതിന് മറുപടി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കേട്ടോളികൾ. ഇവിടെ വിശ്വാസികളായ നമ്മള്, മുവഹിദുകളായ മുസ്ലിങ്ങളായ നമ്മള് നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരമാണ് ജിന്നുകളെ പറ്റിയുള്ള വിശ്വാസം. ഒന്നുകൂടി പറയട്ടെ, നാം അനുഭവിക്കേണ്ടി വരുന്ന, നാം നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നത്തിനും ചോദ്യത്തിനും മറുപടിയാണ്, വിശദീകരണമാണ് ജിന്നുകളെ പറ്റിയുള്ള വിശ്വാസം. അതെന്താണെന്നറിയുമോ? ഇവിടെ മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് മതക്കാരും വിശ്വാസികളും ജീവിക്കുന്നുണ്ട്. അവര് പലരോടും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും നേർച്ചകളും പ്രാർത്ഥനയും ഒക്കെ ആയി കഴിഞ്ഞുകൂടുകയാണ്. അവരൊക്കെ പറയുന്നൊരു വാദമുണ്ട്, ഞങ്ങൾ ഈ വഴിപാട് നടത്തിയിട്ട് ഞങ്ങൾക്ക് ഫലമുണ്ട്, ഞങ്ങൾ ഈ നേർച്ച നടത്തിയിട്ട് ഞങ്ങൾക്ക് പ്രയോജനമുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് പലരുടെ ഭാഗത്തു നിന്നും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്, ഞങ്ങൾ ബന്ധപ്പെടുന്ന പല സ്ഥലത്തു നിന്നും ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നവർ അവകാശപ്പെടുന്നുണ്ട്. പലപ്പോഴും അതിൽ കുറച്ചൊക്കെ സത്യവുമുണ്ട്, ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈ കണ്ട കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ വിഗ്രഹങ്ങൾക്കും കല്ലുകൾക്കും പിന്നാലെ പോകുമോ? ഈ അമ്പലങ്ങളിലും സ്ഥലങ്ങളിലും നേർച്ചകളും വഴിപാടുകളുമായി പോകുമോ? പലപ്പോഴും അതിൽ കുറച്ചൊക്കെ സത്യവുമുണ്ട്, ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈ കണ്ട കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ വിഗ്രഹങ്ങൾക്കും കല്ലുകൾക്കും പിന്നാലെ പോകുമോ? ഈ അമ്പലങ്ങളിലും സ്ഥലങ്ങളിലും നേർച്ചകളും വഴിപാടുകളുമായി പോയില്ല. ഒരു നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ കാത്തിരുന്ന ആളുകൾ പിന്നെ ഒഴിവാക്കും. എന്താ വീണ്ടും വീണ്ടും ആളുകൾ ഈ കേന്ദ്രങ്ങളിൽ പോകുന്നത്? അവിടെ ചെന്നാൽ അവർക്ക് പോയ ചില സാധനങ്ങളെ പറ്റിയൊക്കെയുള്ള ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട്, പ്രയോജനമുണ്ട്. വരാനിരിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഈ അമ്പലങ്ങളെയും ഈ വിഗ്രഹങ്ങളെയും ആശ്രയിക്കുന്നവർക്ക് എന്തൊക്കെയോ ചിലത് അറിയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകളോ ആവശ്യങ്ങളോ ചിലതൊക്കെ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ രോഗങ്ങളോ ഒക്കെ ചിലപ്പോഴും നീക്കി കിട്ടുന്നുണ്ട് എന്നതാണ് അവരുടെ അനുഭവം. മുസ്ലിങ്ങളായ നമ്മൾ ഈ സമൂഹത്തിന് മുന്നിൽ നിന്ന് പറയുന്നൊരു വാചകമുണ്ട്, ആർക്കും സഹായിക്കാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല പടച്ചു തമ്പുരാനല്ലാതെ, ഭാവിയെ പറ്റി അറിയാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ. ഈ വാദവുമായിട്ട് നമ്മൾ ഈ ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ തിരിച്ച് ഈ വിശ്വാസികളായ ആളുകൾ നമ്മളോട് ചോദിക്കും, ഞങ്ങൾക്ക് പലത് ലഭിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്?
ഞങ്ങൾ നേർച്ചകളും വഴിപാടുകളും നടത്തിയിട്ട് ഞങ്ങൾക്ക് പലതും അറിയാൻ കഴിയുന്നുണ്ട്, പലതും നിർവഹിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പിന്നെയും അവിടേക്ക് പോകുന്നത്. ഉദാഹരണങ്ങൾ നിരത്തും അവർ പലപ്പോഴും. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഖുർആന്റെ അനുയായിയായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു വെല്ലുവിളി ഇതാണ് അവന്റെ വിശ്വാസരംഗത്ത്. ആരാണ് ഇവർക്ക് ഈ വിവരങ്ങൾ നൽകുന്നത്? ഈ ഭൂമിയിലെ ആരുമല്ല, മൃഗങ്ങളും മനുഷ്യരുമല്ല. ആരാണ് ഇവർക്ക് ഈ മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നത്? ഈ ഭൂമിയിൽ നമുക്ക് പരിചയമുള്ളൊരു സൃഷ്ടിയുമല്ല. ആരാണ് പരിമിതമായ തോതിൽ ഇവരുടെ ചില ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതായിട്ട് ഇവർക്ക് അനുഭവപ്പെടുന്നത്? ആരാണത് ചെയ്തത്? ഈ ഭൂമിയിൽ ഒരു സൃഷ്ടിയുമല്ല. അള്ളാഹു സമാധാനം നൽകുന്നു. മനുഷ്യരെ ജിന്നെന്ന് പറയുന്ന സൃഷ്ടി ഇവിടെയുണ്ട്. ആ ജിന്നെന്ന് പറയുന്ന സൃഷ്ടി അവന്റെ കൂട്ടാളികൾക്ക് പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. ആ സഹായങ്ങളാണ് ആ കാണുന്നതൊക്കെ. നിങ്ങൾ വഞ്ചിതരാവണ്ട, അള്ളാഹുവിന്റെ സഹായമല്ല അത്. അത് പറയാനാ പടച്ച തമ്പുരാൻ ജിന്നുകളെ പറ്റി പഠിപ്പിച്ചത്. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഉറൂറ. ജിന്നുകളായ ആളുകൾ അവരുടെ മിത്രങ്ങൾക്ക്, മനുഷ്യരിൽപ്പെട്ട മിത്രങ്ങൾക്ക് കബളിപ്പിക്കുന്ന വാക്കുകൾ, വഞ്ചനാപരമായ വാക്കുകൾ, മോടിയുള്ള പല വാക്കുകളും അറിയിച്ചു കൊടുക്കും. യൂഹി വിവരങ്ങൾ അറിയിച്ചു കൊടുക്കും, വിവരങ്ങൾ അറിയിച്ചു കൊടുക്കും. മനസ്സിലായില്ല? മനുഷ്യരുടെ കൂട്ടത്തിൽ ജിന്നുകളുമായി ബന്ധപ്പെടുകയോ സേവയും സഹായവും ഒത്താശയും വിശ്വാസവുമായി കഴിഞ്ഞുകൂടുകയോ ചെയ്യുന്ന മനുഷ്യന്മാരിൽ ചിലർക്ക് ജിന്നുകളിൽപ്പെട്ട ആളുകൾ അവരുടെ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുകയും പല സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അള്ളാഹു ചെയ്യുന്ന വിധത്തിൽ വലിയ തോതിലല്ല, അവരെ കൊണ്ട് സാധ്യമായ വിധത്തിൽ എന്ന്. കുറച്ച് സൗണ്ട് കുറവുണ്ട്, കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു ഓഡിയോ കാസറ്റാണ്. കഴിയുന്ന അത്ര സൗണ്ടിൽ അത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും ഭംഗിയായി കേൾപ്പിക്കണം എന്നാണ്. നിങ്ങൾ സ്വന്തമായി കൊണ്ടുപോയി കേട്ടത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ജിന്നുകളോട് സഹായം തേടിയാലും ആരാധിച്ചാലും ജിന്നുകളെ പൂജിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ, സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ലോകത്തറിയപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അത് പറഞ്ഞു. അതെന്താണ് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ? ഈ ലോകത്ത് മുസ്ലിമീങ്ങൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ജിന്നുകളിലുള്ള വിശ്വാസം. അതായത് മുശ്രിക്കുകളായ അല്ലല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആരാധിക്കുന്ന ആളുകൾ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്, ചില മറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ട്, ചില ഭാവി കാര്യങ്ങൾ അറിയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, പലപ്പോഴും അതിലൊക്കെ കുറേ സത്യവും ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ അതിൻ്റെ പിന്നിൽ നിൽക്കുമോ? വിഗ്രഹങ്ങൾക്കും കല്ലുകൾക്കും പിന്നിലൊക്കെ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടല്ലോ, ഒരു ഉപകാരവും കിട്ടാതെ അവരതിന് നിൽക്കുമോ? എന്നാൽ മുസ്ലിങ്ങളായ നമ്മൾ പറയുന്നു, അള്ളാഹുവിനല്ലാതെ ഉത്തരം ചെയ്യാൻ കഴിയില്ല, സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം ആളുകൾ ചോദിക്കും, ഞങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണ്, പിശാചിനെ സേവിക്കുന്നവർക്ക് പിശാച് സഹായം ചെയ്യും, അവൻ്റെ മിത്രങ്ങൾക്ക് അവൻ വിവരങ്ങൾ കൈമാറും. പക്ഷെ അള്ളാഹു ചെയ്യുന്ന പോലെ വലിയ തോതിലല്ല, ചെറിയ തോതിൽ. ഇതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അബ്ദുർ റഊഫ് മദനി അവിടെ പറഞ്ഞത്. ഇവരുടെ കണക്കിൽ അദ്ദേഹം ശുദ്ധ ശിർക്കിലേക്ക് പോയി, ശുദ്ധ വിശ്വാസത്തിലേക്ക് പോയി. വാസ്തവത്തിൽ അദ്ദേഹം മുസ്ലിമീങ്ങൾ ഇത് ചെയ്യണമെന്നാണോ പറഞ്ഞത്? ആണോ? നമ്മൾക്ക് ജിന്നുകളെ വിളിച്ച് സഹായം തേടാ, നമുക്ക് ജിന്നുകളെ സഹായിക്കുമെന്നാണോ? അല്ല. ലോകത്ത് പിശാചിനെ പൂജിക്കുന്ന ജ്യോത്സ്യന്മാർ, മന്ത്രവാദികൾ പോലത്തവർക്ക് ജിന്ന് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്കത് ചെയ്യാൻ പാടില്ല. പിശാചിനെ പൂജിക്കാനോ ആരാധിക്കാനോ പിശാചിനോട് സഹായം ചോദിക്കാനോ പാടില്ല. അങ്ങനെ പിശാച് ഇവർക്ക് ചില സഹായങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ലോകത്ത് ഈ ശിർക്കും കുഫറും നിലനിൽക്കുന്നത്. അങ്ങനെ പിശാചിനെ സേവിക്കുന്നവർക്ക് പിശാച് സഹായിക്കുന്നുണ്ട്, ചില വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ അന്ധവിശ്വാസികളായി ചിത്രീകരിച്ചു, ഞങ്ങൾ നവയാഥാസ്ഥികരായി മാറി. പക്ഷെ ഇയാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പേരെന്താ? നവയാഥാസ്ഥികരുടെ ഇമാമാക്കി നിങ്ങൾ അദ്ദേഹത്തെ നിശ്ചയിക്കേണ്ടി വരും. കാരണം വാസ്തവത്തിൽ ഇവിടെ ഈ അഭൗതികം, കാര്യകാരണ ബന്ധം, അദൃശ്യം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ വട്ടം കറക്കുകയാണ്. ഈ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഫെബ്രുവരി 8 ശബാബിൽ പോലും അബ്ദുസ്സലാം സ്വല്ലം എഴുതിയിട്ടുള്ളത് എന്താണ്? അദൃശ്യം, കാര്യകാരണ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇതാ, ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല, ഹറാമത്രേ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാഗ് മാസികയിലെ ഒരു കത്തിന് ഇയാൾ മറുപടി എഴുതിയിരിക്കുകയാണ്. അദൃശ്യമാർഗം, അഭൗതിക മാർഗം, കാര്യകാരണ ബന്ധത്തിന് അതീതം മറഞ്ഞ വഴി, തൗഹീദ് പോലുള്ള സാങ്കേതിക പദങ്ങൾ ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടുന്നത് അന്ത്യദിനത്തിൻ്റെ അടയാളം പുലർന്നതാണ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പം ഇതിൻ്റെ അർത്ഥം ഞങ്ങൾ മാറ്റിമറിച്ചു എന്നാണ് ഈ ശബാബിലൂടെ ഇയാൾ അവകാശപ്പെടുന്നത്. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം
ഈ അദൃശ്യം എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് കാണാത്തത് എന്നല്ല അർത്ഥം. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തെ ഏതൊരു കാര്യം പറഞ്ഞാലും അതിനൊരു കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അള്ളാഹു നമ്മെ സഹായിക്കുന്നത് അതിൻ്റെ കാരണം നമുക്ക് പിടികിട്ടൂല. അങ്ങനെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യത്തിൽ സഹായം ചോദിക്കാൻ അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കലാണ്. എന്നിട്ട് ഞങ്ങളിതൊക്കെ പറഞ്ഞല്ലോ. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ, ഞങ്ങളിത് വിശദീകരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ ശിർക്കിലേക്ക് പോയി, അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്നാണ് ഇവിടെ ഇവർ പ്രചരിപ്പിച്ചത്. വാസ്തവത്തിൽ ഇസ്ലാഹ് മാസികയിൽ വന്നിട്ടുള്ള ചില ലേഖനങ്ങളുടെ പേരിലാണ് ഇവർ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അടുത്തതായിട്ട് ഇവർ എഴുതിയിട്ടുള്ളത്. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. അതിനാൽ മലക്കിനോടോ ജിന്നിനോടോ നാം സഹായം തേടാൻ പാടില്ല. എന്നിട്ട് ഖുർആനിലെ കുറേ ആയത്തുകൾ കൊടുത്തിരിക്കുക. അതെല്ലാ ആയത്തൊന്നും ഇവർക്ക് അനുകൂലമല്ല. വേണ്ടി വന്നാൽ നമുക്കത് പിന്നീട് വിശദീകരിക്കാം. ഏതായാലും ഇരിക്കട്ടെ. എന്നാൽ അതിന് നമ്മളെ വാദമായി ചെയ്തിട്ടില്ല. എന്താ? സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിൻ്റെ അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. മലക്കുകൾക്കും ജിന്നുകൾക്കും നൽകപ്പെട്ട കഴിവിൽ നിന്ന് അവരോട് സഹായം തേടാം. എവിടെ ഇത് പറഞ്ഞത്? മലക്കുകൾക്കും ജിന്നുകൾക്കും നൽകപ്പെട്ട കഴിവിൽ നിന്ന് അവരോട് സഹായം തേടാം എന്ന് KNMന്റെ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുണ്ടോ? ഔദ്യോഗികമോ അനൗദ്യോഗികമായ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുണ്ടോ? പച്ച നുണയങ്ങോട്ട് പറയാണ്. യാതൊരു മടിയില്ല. പരലോകത്തെക്കുറിച്ചുള്ളൊരു പേടി അവർക്കില്ല. പിന്നെ സുഹൃത്തുക്കളെ, ജിന്നുകളെ സംബന്ധിച്ച് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി എഴുതിയെടുത്ത് കൊടുക്കോളൂ. ഇതാ, സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൻ്റെ 102, 103 പേജുകളിൽ ഇപ്പം അബ്ദുസ്സലാം സ്വലമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യ കഴിവിന് അതീതെന്നാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവരത് മാറ്റി സൃഷ്ടികളെ കഴിവിന് അതീതെന്നാക്കി. ഇതാരാ മാറ്റിയത്? 2001 പുറത്തിറക്കിയ പുസ്തകം. അത് മുമ്പ് ശബാബിൽ വന്ന ചോദ്യോത്തരം പുസ്തകമാക്കിയതാ. അപ്പം അതിൻ്റെ എത്രയോ മുമ്പ് എഴുതിയതാ. എന്താ എഴുതിയത്? സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. വാസ്തവത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അമ്പിയാക്കളും ഔലിയാക്കളും മനുഷ്യന്മാരാണ്. അവരോട് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം തേടിയിട്ട് കാര്യമില്ല കൂട്ടരെ എന്ന് പറയാൻ വേണ്ടിയാണ് മനുഷ്യ കഴിവിന് അതീതം എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോൾ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പം നമ്മളൊരു ആനയെ കൊണ്ടുവന്നു. അതോടുകൂടി സുല്ലമിൻ്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്കും ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോൾ CIയും SI ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പം നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പം ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മൈക്കകളുണ്ട് കുറേ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറയുന്ന മൈക്കകൾ, ആ മൈക്കകൾ ഇങ്ങനെ കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകൾ അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതാരാ? അത് കേട്ടോളിഞ്ഞ്. ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ വരും, ജന്തുക്കൾ അറിയും, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അത്തൗഹീദ് മാസിക 2004 ഏപ്രിൽ പേജ് 13. എഴുതിയതാരാ? ഗ്രൂപ്പിൻ്റെ അനിഷേധ്യ നേതാവ് KK മുഹമ്മദ് സുല്ലമി. മടവൂരികൾ ഒന്നും കൂടി കേട്ടോളിയും, ഞങ്ങളിതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാ, മടവൂരികൾ മറുപടി പറയുമോ എന്ന പേരിൽ ഈ നോട്ടീസ് 6000-ലധികം കോപ്പി അടിച്ച് കേരളത്തിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്ന നോട്ടീസാണ്. മാനമര്യാദക്കൊരു മറുപടി എടുക്കാൻ ഒരൊറ്റ മടവൂരിക്ക് സാധിച്ചിട്ടില്ല. അത് ഞങ്ങൾ എടുത്തു കൊടുത്തതാണ്. ഒന്നുകൂടി കണ്ടോളി. ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ വരും, ജന്തുക്കൾ അറിയും, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അപ്പോൾ വിജനമായ സ്ഥലത്ത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ വിളിച്ചന്വേഷിക്കണം. അപ്പം മലക്കുകൾ നിങ്ങളെ സഹായിക്കും. മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള വ്യക്തമായ നിർദ്ദേശമല്ലേ ഇത്? ഇതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ മറുപടി എന്നറിയോ? അത് അത്തൗഹീദിലെ ലേഖനം മുഴുവൻ വായിച്ചാൽ മതി. മുഴുവൻ വായിച്ചാൽ ഇതില്ലാണ്ടാകുമോ?
അതൊക്കെ സുന്നികളെ തട്ടിപ്പ്, അപ്പുറം വായിച്ചാൽ ഇപ്പുറം വായിച്ചാൽ മതി. ഈ നോട്ടീസിൽ നിങ്ങൾക്ക് എൻ്റെ മറുപടി എഴുതാൻ സാധിച്ചോ? അതുപോലെ തന്നെ അബ്ദുസ്സലാം സുല്ലമി ഹാജറ ബീവി മലക്കിനോട് സഹായം തേടിയതിനെ സംബന്ധിച്ച് നെല്ലിക്കുത്ത് മുസ്ലിയാർക്ക് മറുപടി എഴുതിയെടുത്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു ശബ്ദം കേട്ടു. ആര്? സഫാ മറുവക്കടയിൽ ഇങ്ങനെ കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഹാജറ ബീവി ഒരു ശബ്ദം കേട്ടു. ആളെ കാണുന്നില്ല, മലക്കാണെന്ന് മനസ്സിലാക്കി സഹായം തേടി. അപ്പൊ നെല്ലിക്കുത്ത് ചോദിച്ചു, ഞങ്ങൾക്കുള്ള തെളിവതാണ്. കണ്ടോ, സഫാ മറുവക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന അവസരത്തിൽ മഹദി ഒരു അശരീരി കേൾക്കുകയും അന്നേരം നിനക്ക് സഹായിക്കാൻ കഴിയുമെന്ന് എന്നെ സഹായിക്കൂ എന്ന് പറയുകയും ചെയ്തു. അതിനെന്താ സുല്ലമിന്റെ മറുപടി അറിയോ? അദൃശ്യമാർഗത്തിലൂടെ സഹായം ചോദിക്കുക എന്നതിൻ്റെ വിവക്ഷ മനസ്സിലാക്കാൻ മുസ്ലിയാക്കന്മാർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ബാലിശമായ ഈ വാദം ഉന്നയിക്കുന്നത്. അദൃശ്യമാർഗം എന്താണെന്ന് മനസ്സിലായില്ല. ഇതിനു മുമ്പ് പറയാ, ഒരു മതിലിനപ്പുറത്തോ ഒരാൾ സഹായം ചോദിക്കുക, കത്തിലൂടെയോ ഫോണിലൂടെയോ ഒരു വിരിയുടെ പിന്നിൽ നിന്നുകൊണ്ടോ സഹായം ചോദിക്കുക മുതലായവയും തെളിവായി ഉദ്ധരിക്കാവുന്നതാണ്. പാവം, കഷ്ടം. അപ്പൊ ഒച്ച കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല. അപ്പൊ മലക്കാണെന്ന് മനസ്സിലാക്കി സഹായം തേടിയാൽ അത് അഭൗതിക മാർഗത്തിലുള്ള സഹായം തേട്ടല്ല. ഇത് ഞങ്ങൾ എഴുതിയില്ലേ? ഞങ്ങൾ എഴുതിയിട്ട് എൻ്റെ ഞങ്ങൾ മറുപടി എഴുതിയത് എഴുതിയോ? അതുപോലെ 99 മെയ് ശബാബിൽ എന്താ എഴുതിയത്? ദുഷ്ടജിന്നുകളെ വിളിച്ചാൽ അവിശ്വാസത്തിലും പാപത്തിലും അവർ സഹായിക്കും. 99 മെയിലെ ശബാബ് നിങ്ങൾ മറുപടി എഴുതിയോ? എന്തേ നിങ്ങൾ മറുപടി എഴുതാതിരുന്നത്? KK മുഹമ്മദ് സുല്ലമിന്റെ പുസ്തകത്തിൽ നിങ്ങൾ മറുപടി എഴുതിയോ? എഴുതിയില്ല. എന്ന് മാത്രമല്ല, ഇതേ ആളുകൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഞാൻ നേരത്തെ വായിച്ച യുവതാ പുസ്തകം. ആ യുവതാ പുസ്തകത്തിൽ പറയുന്നു, അതുപോലെ വിജനസ്ഥലത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിലെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവതല്ല. അപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് മലക്കുകൾക്കോ ജിന്നുകൾക്കോ കഴിവ് നൽകപ്പെട്ട കാര്യത്തിൽ ഒരാൾ സഹായം തേടിയാൽ അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പാടില്ല. അതിൽ അഭൗതികതയില്ല. ആരാണ് എഴുതിയത്? സാക്ഷാൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, ശബാബിന്റെ എഡിറ്റർ. ആരാണ് ആ പുസ്തകം ഇറക്കിയത്? യുവതാ ബുക്ക് ഹൗസ്. എന്നാ ഇറക്കിയത്? 2001. എന്നിട്ട് 2007 ഇസ്ലാഹ് മാസികയിൽ ഇതേ കാര്യം, അങ്ങനെ ഒരാൾ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് മനുഷ്യൻ, മലക്ക്, ജിന്ന് ഏതിനെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞാൽ അതിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. വിളിച്ചന്വേഷിക്കുക എന്നോ അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക എന്നൊന്നുമില്ല. അതിൽ അഭൗതികതയില്ല. ഇസ്തിഗാഥക്കാർക്ക് അതിൽ തെളിവില്ല എന്ന് അമ്പലക്കടവ് പൈസക്ക് മറുപടി കൊടുത്തു. പക്ഷെ അതിനേക്കാളും വ്യക്തമായി 2001 ചെറിയ മുണ്ടം എഴുതിയിട്ടും അതിനെക്കുറിച്ച് മിണ്ടാട്ടല്ല. നിങ്ങൾ തിരുത്തിയോ? ഇത് 3 ഹാജറ ബീവി സംഭവം നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞോ? ഒച്ച കേട്ടു, ആളെ തിരിയുന്നില്ല. അപ്പൊ ഹാജറ ബീവി മലക്കാണെന്ന് മനസ്സിലാക്കി തേടി, സഹായം തേടി. നിങ്ങളെ കണക്കിലെ ശിർക്കല്ലേ? ഹാജറ ബീവി ശിർക്കിയതില്ലേ? അതുപോലെ തന്നെ ചെറിയ മുണ്ടം എഴുതി വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് മലക്കിനും ജിന്നിനും നൽകപ്പെട്ട കഴിവെന്ന് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയല്ല. തിരുത്തിയോ? ദുഷ്ടജിന്നുകളെ വിളിച്ചാൽ അവർ പാപത്തിൽ നിങ്ങളെ സഹായിക്കുമെന്ന് 99 മെയ് മാസത്തിൽ എഴുതി. തിരുത്തിയോ? തിരുത്തിയില്ല. ഞങ്ങൾ ഇസ്ലാഹ് മാസികയിൽ വളരെ വ്യക്തമായി തന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ അഭൗതികത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി എഴുതിയെടുത്ത് ഞങ്ങൾ വ്യക്തമായി തന്നെ ആ കാര്യം പറഞ്ഞു. അയാള് ഉമർ മൗലവിയുടെ ലേഖനം എടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അബ്ദുൽ ജബ്ബാർ മൗലവി അതിന് മറുപടി എഴുതി. അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ഉമർ മൗലവി പഠിപ്പിച്ചത് എന്ന് ഫൈസി വാദിക്കുന്നു. അദൃശ്യം എന്നതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്നല്ല ഉമർ മൗലവി ഉദ്ദേശിച്ചത്. മറിച്ച് അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല എന്ന് ഫൈസിക്ക് വാദമുണ്ടെങ്കിൽ മൗലവിയുടെ ഉദ്ധരണികളിലൂടെ ഫൈസി അത് തെളിയിക്കട്ടെ. അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന ലേഖനത്തിൽ അദ്ദേഹം എഴുതിയതാണ്. ഇത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു. സുല്ലമിക്ക് ചൊടിക്കാൻ കാരണം എന്താ അറിയോ?
ഇതേ ഇസ്ലാഹിൽ വ്യക്തമായി തന്നെ അബ്ദുസ്സലാം സുല്ലമിയെ അന്ധമായി തുടർന്നാൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തനിനിറവും അദ്ദേഹത്തിൻ്റെ വിവരക്കേടും തുറന്നു കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സുല്ലമിയുടെ വെടികൾ എന്നൊരു MP ഖാദർ കരിമ്പുന്ന ലേഖനുണ്ട്. ഇതെല്ലാം മൂപ്പർക്ക് പൊള്ളി. അതിനൊന്നും മറുപടി ചെയ്താൽ മൂപ്പർക്ക് സാധിക്കൂല. മൂപ്പര് സ്വഭാവത, മൂപ്പരാര് വിമർശിച്ചാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. മൂപ്പര് പറയുന്നത് അങ്ങനെ ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര സമയങ്ങളിൽ ഇതൊക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം മുമ്പേ പറഞ്ഞു പഠിപ്പിച്ച വിഷയം തന്നെയാണ് ഇപ്പോഴും ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരായി ചില ആളുകൾ ഉന്നയിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഒരു മാറ്റവും അതിൽ വരുത്തിയിട്ടില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് ഇല്ലാത്തത് പറയുകയാണ്. ഇപ്പം ജ്യോത്സ്യന്മാരെ അവരെ മിത്രങ്ങളായ ജിന്നുകൾ സഹായിക്കുമെന്ന് അബ്ദുറഊഫ് മദനി പറഞ്ഞത് നിങ്ങളിവിടെ കേട്ടു. സഹായം ചെയ്യുന്നുണ്ട്, ചെറിയ തോതിലേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളിവിടെ കേട്ടു. ഇനി ഇത് മാത്രമല്ല, അദ്ദേഹം ശിർക്കന്മാരെ സഹായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ യഥാർത്ഥത്തിൽ എത്തുന്നത് ജിന്നുകൾക്കാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കേട്ടോളി, ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് സൗണ്ട് കുറവാണ്. എന്താണെന്നറിയോ ഈ വിഷയത്തില്? അല്ലാഹു അല്ലാതെ മറ്റുള്ളവർക്ക്, അത് ജിന്നായാലും മലക്കായാലും മറ്റെന്ത് ശക്തികൾക്കായിരുന്നാലും നടത്തപ്പെടുന്ന ആരാധന, ഇബാദത്ത്, അത് മുഴുക്കെ ശൈത്താനുള്ള ജിന്നുകൾക്കുള്ള ആരാധനയായിട്ടാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അള്ളാഹുവിനല്ലാതെ നടത്തപ്പെടുന്ന പ്രാർത്ഥനകളും ആരാധനാകർമ്മങ്ങളും നേർച്ചകളുമൊക്കെ യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങൾക്കോ കല്ലുകൾക്കോ മരിച്ചുപോയ മഹാത്മാക്കൾക്കോ അല്ല എത്തിപ്പെടുന്നതെന്നും ഈ പ്രാർത്ഥനകളും ആരാധനകളും മുഴുക്കെ എത്തിപ്പെടുന്നത് ജിന്നുകളിലേക്കാണ് എന്നുമാണ്. എന്ന് വെച്ചാൽ എല്ലാറ്റിൻ്റെയും പിന്നിൽ വൃത്തികെട്ട അവിശ്വാസികളായ ഏതെങ്കിലും ജിന്നുകൾ അത് കേൾക്കാനും സാധ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഈ ആളുകൾ അവിടെ കെട്ടിപ്പിടിച്ച് നിർത്താനും ജിന്നിന്റെ സമൂഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ വയൗമ യഹ്ശുറുഹും ജമീഅ, എല്ലാവരെയും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് യഖൂലുൽ മലായിക, പിന്നെ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, അഹാഉലായി ഇയ്യാകും കാനൂ യഅ്ബുദൂൻ, ഈ മനുഷ്യർ നിങ്ങളെയാണോ ആരാധിച്ചിരുന്നത്? അള്ളാഹുവിന് പുറമെ ആരാധിച്ചിരുന്ന ആളുകളെ ചൂണ്ടിയിട്ട് മലക്കുകളോട് ചോദിക്കും, ഈ മനുഷ്യരൊക്കെ എന്നെ ആരാധിച്ചില്ല, മലക്കുകളെ നിങ്ങളെയായിരുന്നുവോ ഈ മനുഷ്യർ ആരാധിച്ചിരുന്നത്? മലക്കുകളെ മറുപടി, ഖാലു സുബ്ഹാനക അൻത വലിയുനാ മിൻഹും, അള്ളാഹുവേ നീ പരിശുദ്ധനാണ്, നീയാണ് ഞങ്ങളുടെ രക്ഷകർത്താവ്, ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, ഈ മനുഷ്യരൊക്കെയും ആരാധിച്ചിരുന്നത് ജിന്നുകളെയായിരുന്നു. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, ഇവരിൽ മിക്കപേരും ജിന്നുകളിൽ വിശ്വസിക്കുന്നവരായിരുന്നു, ജിന്നുകളെ പറ്റി അബദ്ധ വിശ്വാസങ്ങളുമായി കഴിഞ്ഞുകൂടിയവരായിരുന്നു. ബൽ കാനൂ യഅ്ബുദൂനൽ ജിൻ. അപ്പൊ ഖുർആൻ നൽകുന്ന ഒരു വെളിച്ചം മനസ്സിലായില്ലേ? ഈ കല്ലിന്റെ മുകളിൽ ഞാൻ പോയി പറയുമ്പോൾ കുറെ കഴിയുമ്പോൾ എന്തോ ലഭിക്കുന്നു, ഈ കല്ലിന് ഞാൻ നേർച്ച വഴിപാടുകൾ നടത്തുമ്പോൾ എന്തോ എനിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കല്ലിന്റെ പിന്നിൽ മറയായി അല്ലെങ്കിൽ ആ കല്ലിനെ അവലംബിച്ചുകൊണ്ട് നിൽക്കുന്ന ശൈത്താന്റെ കൂട്ടത്തിൽപ്പെട്ട ശൈത്താൻ അവനെ കൊണ്ട് സാധ്യമായ ചില്ലറകൾ ഈ മനുഷ്യന് ചെയ്തു കൊടുക്കുകയാണ്. എന്തിന്? ഈ മനുഷ്യന് ഈ കല്ലിന്റെ പിന്നിൽ തന്നെ നിൽക്കണം, പടച്ചവനരികിലേക്ക് പോവാതിരിക്കാൻ. ഖുർആനാണിത്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ആരാധനാകർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ജിന്നുകൾക്ക് നൽകപ്പെടുന്ന ആരാധനയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ. ഇത് പറഞ്ഞു തരാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ പറ്റി പഠിപ്പിക്കുകയും വിശദീകരിച്ചു വരികയും ചെയ്തത്. വളരെ ക്ലിയറാണ്. എന്തിനാ ജിന്നുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്? അദ്ദേഹം നേരത്തെ പറഞ്ഞു, നമുക്ക് തിന്മയിൽപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്, നമ്മളെ തിന്മക്ക് ഉപദേശിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങൾ നേരിടേണ്ടി വരുന്നൊരു വലിയ ചോദ്യമുണ്ട്, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നു എന്നുള്ള ചോദ്യം. ഞങ്ങൾക്ക് ചില ഉത്തരം കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ചില മറിഞ്ഞ കാര്യം അറിയുന്നുണ്ടല്ലോ, അതൊക്കെ ശൈത്താന്റെ പണിയാണ് എന്ന് പറഞ്ഞു തരാൻ ആ ചോദ്യത്തിന് നമുക്ക് പരിഹാരമായി. മൂന്നാമത് അദ്ദേഹം പറയുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുത്താൽ അത് ജിന്നായാലും മലക്കായാലും മഹാനായാലും ആ ഇബാദത്തുകളെല്ലാം യഥാർത്ഥത്തിൽ എത്തിപ്പെടുന്നത് ജിന്നുകൾക്കാണ്. കാരണം എല്ലാത്തിന് പിന്നിലും കാഫിറായൊരു ജിന്നുണ്ടാവും, ജാറത്തിലുണ്ടാവും, ബിംബത്തിന് പിന്നിലുണ്ടാവും, എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ജാറുണ്ടാവും. അപ്പൊ വിഗ്രഹങ്ങൾക്കോ കല്ലുകൾക്കോ അല്ല. എന്തിനാണ് ശൈത്താൻ ഇതൊക്കെ ചെയ്യുന്നത്? ആളുകളെ ഈ വിഗ്രഹാരാധനയിൽ തന്നെ കെട്ടിപ്പിടിച്ച് നിർത്താൻ വേണ്ടി. ഒരാൾ കല്ലിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ നേർച്ച വഴിപാടുകൾ നൽകിയാൽ എന്തോ ലഭിക്കുന്നു എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. അത് ആ കല്ലിൻ്റെ പിന്നിൽ മറയായി നിൽക്കുന്ന ശൈത്താൻ തന്നെ കൊണ്ട് കഴിയുന്ന ചില്ലറകൾ ചെയ്തു കൊടുക്കുകയാണ് എന്നാണ്. ചില്ലറ സഹായം എല്ലാ സഹായങ്ങളും ചെയ്യാൻ സാധ്യമല്ല. ഈ കല്ലിന് പിന്നിൽ തന്നെ ഇയാൾ നിൽക്കണം,
ഇയാൾ പടച്ചവനിലേക്ക് പോകാതിരിക്കണം എന്ന് വിചാരിച്ച് ശൈത്താൻ ശിർക്കിനെ പ്രേരിപ്പിക്കുകയാണ്. അതിനെ കൂടിയാണ് പടച്ചവൻ നമുക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചു തന്നത് എന്ന് നമ്മുടെ അബ്ദുർ റഊഫ് മദനി പറയുകയാണ്. പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വലിയ ആക്ഷേപം ഇതാ ഇവിടെ എനിക്കതിലൊരു പ്രത്യേക നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നോട്ടീസോട് നോട്ടീസാ ഖുർആനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനിക്കുന്ന KK സക്കരിയുടെ പുതിയ ഗവേഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഒന്ന്, എനിക്ക് ശൈത്താൻ എന്നുള്ളൊരു കരീനുണ്ട്, അവന് എൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ മുഴുവനും അറിയാം. ശുദ്ധ നുണയാണത്. എൻ്റെ കൂടെ ജീവിച്ച കരീനിന് ഞാൻ ജനിച്ചതോടൊപ്പം എൻ്റെ കൂടെ ഉള്ളതാ. എൻ്റെ കഴിഞ്ഞ കാല കാര്യങ്ങളൊക്കെ അവനറിയാം. എൻ്റെ വരാൻ പോണ കാര്യങ്ങളോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളോ അവനറിയില്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ജീവിതത്തിലെ രഹസ്യങ്ങൾ മുഴുവൻ അറിയാമെന്ന ശുദ്ധ നുണ എൻ്റെ പേരിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ആയത്ത് കൊടുത്തിരിക്കുക, പിന്നെ ഒരാൾ ശൈത്താൻ ആരാധിച്ചാൽ അവൻ ഉത്തരം നൽകും, എന്നാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകില്ല. KK സക്കരിയ. എന്നിട്ടോ പ്രാർത്ഥന ആരാധനയാകുന്നു എന്ന് നബിവചനം. ഹദീസ് നിഷേധിക്കലാണോ സക്കരിയയുടെ ഗവേഷണം? നോക്കണം നിങ്ങൾ. ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ ശൈത്താൻ ആരാധിച്ചാൽ ശൈത്താൻ്റെ ആളുകൾക്ക് അവൻ ഉത്തരം നൽകും. എന്ത് നൽകും? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നല്ല, ചില അവനെ കൊണ്ട് കഴിയുന്ന ചില്ലറകൾ ചെയ്തു കൊടുക്കും. പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ജിന്നിനോ മലക്കിനോ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ആർക്കും സൃഷ്ടികളെ പ്രാർത്ഥന കേൾക്കാനോ ഉത്തരം ചെയ്യാനോ സാധ്യമല്ല. പക്ഷേ ജിന്നുകൾ അവൻ്റെ കഴിവിൽപ്പെട്ട ചില സംഗതികൾ, മനുഷ്യന് കഴിയാത്ത പലതും ജിന്നിന് സാധിക്കുമല്ലോ. മനുഷ്യൻ അറിയാത്ത ചില കാര്യങ്ങൾ അറിയാൻ ജിന്നിന് സാധിക്കും. മനുഷ്യന് സഞ്ചരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെ അവനെ കൊണ്ട് കഴിയുന്ന ചില്ലറ സഹായങ്ങൾ അവൻ്റെ മിത്രങ്ങൾക്ക് ചെയ്തു കൊടുക്കും. അത് പ്രാർത്ഥന ആരാധനയല്ലാത്തതുകൊണ്ടല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ജിന്നിന് സാധ്യമല്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവന് കഴിയുന്ന വേറെ ചില സഹായങ്ങൾ ഇവൻ ചെയ്തു കൊടുക്കും. അത് ഞാൻ പറഞ്ഞതല്ല, ഇപ്പം അബ്ദുർ റഊഫ് മദനി പറഞ്ഞത് നിങ്ങൾ കേട്ടു. പിന്നെ കാര്യകാരണ ബന്ധത്തിനതീതമായി മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹു മാത്രമേ നമ്മെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യൂ. ഇത് ഞങ്ങളെ പഠിപ്പിച്ച് സലാം സുല്ലമിയാണ്. ഞാനും അത് വിശ്വസിച്ച് പ്രസംഗിച്ച് നടന്നിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. എന്നിട്ട് അതിൻ്റെ മറുപടി ഖുർആനിൻ്റെയും സഹിയായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സലാം സുല്ലമി പഠിപ്പിച്ചു കൊടുത്തതോ ഇത് പ്രസംഗിച്ചതാണോ സക്കരിയ പാപമായി കാണുന്നത്? ഇതെന്താ വിഷയം എന്നറിയോ? സിഹിർ ഫലിക്കുമെന്നാണ് അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. നമ്മുടെ ഖുർആൻ പരിഭാഷ 1960-കളിൽ ഇറങ്ങിയതാണ്. നിങ്ങൾ ഇന്ന് പോയിട്ട് സൂറത്തുൽ ഫലഖിന്റെ പരിഭാഷ വായിക്കണം. വമിൻ ശർരി നഫാഥാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂന്നവരെ കെടുതിയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് സിഹിർ ഫലിക്കുമെന്നതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. ഫലിക്കുകയില്ല എന്ന വാദം മുഅ്തസിലിയാക്കളുടെ വിശ്വാസമാണ്. സൂറത്തുൽ ബഖറ 102-ൽ അമാനി മൗലവി എഴുതി. ഈ അൽ കഹ്ഫ് മുതൽ സൂറത്തുൻ നാസ് വരെയുള്ളത് അമാനി മൗലവിയും അലവി മൗലവിയും എഴുതി KM മൗലവി പരിശോധിച്ചതാ. പിന്നെ മേലെ 15 അമാനി ഒറ്റക്ക് എഴുതിയത്. രണ്ടിലും ഇത് സിഹിർ ഫലിക്കുന്നു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സലാം സുല്ലമിയുടെ ശിഷ്യനിക്ക് ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് പ്രസംഗിക്കാൻ പോകാനൊക്കെ വളരെ സഹായം ചെയ്യുന്ന ആളാണ് അദ്ദേഹം. പ്രസംഗിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും, പലപ്പോഴും അദ്ദേഹത്തിന് പകരം പറഞ്ഞേക്കും. ആ നിലക്ക് അദ്ദേഹം പറഞ്ഞതൊക്കെ വലിയ കാര്യമായി എടുത്ത് അന്നത്രലേ പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പ്രസംഗിച്ചിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവർക്ക് ഉപദ്രവിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കലാണ്. അപ്പം സിഹിർ ഫലിക്കുന്നു വിചാരിച്ചാൽ ശിർക്കായി. ലഅഊദു ബില്ലാഹ്. അപ്പം ആരൊക്കെ മുശ്രിക്കായി? അഹ്ലുസുന്നത്തിലെ പണ്ഡിതന്മാരിലെ 99% ആളും മുശ്രിക്കായില്ലേ. ഒറ്റപ്പെട്ട ഏതാനും ചില ആളുകൾക്ക് അത് പാലിക്കൂല എന്ന് വാദമുള്ളൂ. അതുകൊണ്ട് അത് തിരുത്തി, ഞാൻ തെറ്റാണെന്ന് മനസ്സിലാക്കി ഞാൻ തിരുത്തി. എന്നിട്ടിപ്പോൾ അമ്പലക്കടവ് പൈസ എന്താ പറയുന്നറിയോ? നുണയൻ എന്താ പറഞ്ഞത്? എൻ്റെ നേതാക്കന്മാർ എന്നെ പഠിപ്പിച്ച തൗഹീദ് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നേതാക്കന്മാർ പഠിപ്പിച്ചു എന്നും പറഞ്ഞിട്ടില്ല. സലാം സുല്ലമി എന്ന വ്യക്തിക്ക് പറ്റിയ അബദ്ധം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ എനിക്കും കിട്ടി. അത് ഞാൻ തിരുത്തിയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് നേതാക്കന്മാർ പഠിപ്പിച്ച തൗഹീദ് തെറ്റായിരുന്നുവെന്ന് തൗഹീദ് പ്രസംഗിച്ച് നടക്കുന്ന വാദപ്രതിവാദം നടത്തുന്ന സക്കരിയ സലാഹി പറയുന്നു എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇറക്കിയിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ. അതേ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ശൈത്താൻ ചെയ്യും. ഇപ്പം KNM-നെ കുറിച്ച് വലിയ ആക്ഷേപം, ജിന്ന് കൂടും, ജിന്ന് ഭ്രാന്തുണ്ടാക്കും എന്നൊക്കെ KNM-കാർ പറയുന്നു എന്നാണ്. വാസ്തവത്തിൽ ആരാണതൊക്കെ കേരളത്തിൽ പറഞ്ഞത്?
അത് നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇതാ ഞാൻ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ 5-ാമത്തെ പേജിൽ വ്യക്തമായി അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. മനുഷ്യരുടെ ശരീരത്തിൽ ശൈത്താൻ കൂടുമെന്നും ശൈത്താൻ ബാധ മൂലം പ്ലേഗ്, അപസ്മാരം പോലെ രോഗമുണ്ടാകുമെന്നും കേന്നമുകാർ പ്രചരിപ്പിക്കുന്നു. ഇത് അന്ധവിശ്വാസമാണ്. ഇതവരെ നോട്ടീസിലുള്ളതാ. മറുപടി: മനസ്സിൽ ദുർമന്ത്രം നടത്തി വഴിതെറ്റിക്കുക മാത്രമല്ല, ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പിശാച് ഉണ്ടാക്കുമെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞ കാര്യമാണ്. എന്നിട്ട് ഞാൻ ശബാബിലെ ഒരു ഉദ്ധരണി എടുത്തു കൊടുക്കുകയാണ്. മനുഷ്യനെ എല്ലാ ഭാഗത്തു നിന്നും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവൻ്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. ഇപ്പം പിശാച് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും. എന്നിട്ട് പ്രവേശിച്ചാൽ എന്തൊക്കെ ഉണ്ടാകുക? വിഭ്രാന്തി. ഭ്രാന്തി പറഞ്ഞാൽ എന്താ? സാക്ഷാൽ പിരാന്ത്. ഉന്മാദം, മാനസിക രോഗം. ഭയം, പേടി. വ്യാധികൾ എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങളും പെട്ടു തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് അഥവാ ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണമോചനം അല്ലാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. മടവൂരിസം പഠിപ്പിക്കുന്നു എന്നല്ല, മടവൂർ ഹുസൈൻ്റെ ഗ്രൂപ്പ് പഠിപ്പിക്കുന്നു എന്നല്ല, പിന്നെയോ അബ്ദുസ്സലാം സല്ലമി പഠിപ്പിക്കുന്നു എന്നല്ല, പിന്നെയോ ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? വിഭ്രാന്തി ഉണ്ടാക്കും പിശാച്, ഉന്മാദം, മാനസിക രോഗം ഉണ്ടാക്കും, ഭയം ഉണ്ടാക്കും, രോഗങ്ങൾ ഉണ്ടാക്കും. CM മൗലവി, ശബാബ്, 2001 ഡിസംബർ 14. ഇനി ഇങ്ങനെ ശൈത്താൻ പ്രവേശിച്ചാൽ ആ മനുഷ്യൻ എങ്ങനെ പെരുമാറും? അതാണ് തൊട്ടടുത്ത വാചകം. തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ ഖരീൻ മൂലമുണ്ടാകാം. തനിക്ക് വശമില്ലാത്ത ഭാഷ, ജിന്ന് കൂടിയിട്ട് മലയാളിക്ക് ജിന്ന് കൂടിയ തമിഴ് പറയും. കാരണം കൂടിയ ജിന്ന് തമിഴായിരിക്കും, അല്ലെങ്കിൽ കന്നഡ പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയും. ആരാ പറയുന്നത്? ശബാബ പറയുന്നത്. ഭൂതകാല കാര്യങ്ങൾ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. പ്രത്യേക ചേഷ്ടകൾ കാണിക്കും. ഭ്രാന്തന്മാരില്ല പല കോലവും കാണിക്കുന്നത്, അതൊക്കെ കാണിക്കും. രൗദ്രമായി പെരുമാറുക, കാണാനൊക്കെ മാന്തി ഇടിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പല അത്ഭുത പ്രതിഭാസങ്ങളും കാണിക്കും. ഇത് ശബാബിൽ അങ്ങനെ എഴുതിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അത് പുറത്തു പറയണോ? ഇത് പുസ്തകമാക്കി ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നു. യുവതയിൽ നിങ്ങൾക്ക് പോയാൽ വാങ്ങാൻ കിട്ടും. എന്താ പുസ്തകത്തിന്റെ പേരെന്നറിയോ? അന്ധവിശ്വാസങ്ങളുടെ ലോകം. ദാ അന്ധവിശ്വാസങ്ങളെ യുവത ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച 42 റുപ്യ വിലയുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 92-93 പേജുകളിൽ ഞാൻ ഈ വായിച്ചത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ കൊടുത്തിട്ടുണ്ട്. കാരണം ആ ലേഖനം ബുക്കാക്കിയതാ. അപ്പം ആരാ അവിടെ ശൈത്താൻ കൂടുമെന്നും അതുപോലെ തന്നെ പിശാച് രോഗം ഉണ്ടാക്കുന്നും ഭ്രാന്ത് ഉണ്ടാക്കുന്നൊക്കെ പഠിപ്പിച്ചത് AP അബ്ദുൽ ഖാദർ മൗലവിയാ തന്നെ? TP അബ്ദുൽ കോയ മദനിയാ? MM മദനിയാ? പറയണം മടവൂരികൾ മറുപടി. ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഇത് വായിച്ചിട്ട് ഒരക്ഷരം മറുപടി പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങളെ ഇപ്പോഴത്തെ ഖത്തറിലെ ഇമാമ് പറയുന്നത് കേട്ടോളി, ജിന്ന് കൂടുമല്ലേ? അപ്പോ ജിന്നുകൾ മനുഷ്യരുമായി സ്വാധീനിക്കില്ലേ? മനുഷ്യരുമായി ബന്ധപ്പെടില്ലേ? എല്ലാ നാട്ടിലുമുണ്ടല്ലോ ജിന്ന് കൂടിയ കുറെ ആളുകൾ ഇരിക്കുന്നത്. അവർ പലപ്പോഴും പല മറഞ്ഞ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, ചികിത്സിക്കുന്നുണ്ടല്ലോ എന്നാണ്. വരൂ ഖുർആനിലേക്ക്. ജിന്നിറങ്ങും, ഇറങ്ങും. ജിന്ന് മനുഷ്യരെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കും. എന്നിട്ട് ജിന്ന് പറയുന്ന മാതിരി മനുഷ്യർ സംസാരിക്കുമോ? അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഹൽ ഉനബ്ബിയുക്കും മലാമൻ തനസ്സലു ശയാത്തീൻ, നല്ല ജിന്നുകളെ പറ്റി സംസാരമില്ല എന്ന് പറഞ്ഞില്ലേ? ജിന്നുകളെ കൂട്ടത്തിലെ വൃത്തികെട്ടവരെ പറ്റി മാത്രമാണ് ഖുർആൻ പിന്നെ സംസാരം. അവരെയാണ് ഖുർആൻ ശയാത്തീൻ എന്ന് വിളിക്കുന്നത്. ഈ ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട വൃത്തികെട്ട ജിന്നുകൾ ഏത് മനുഷ്യന്റെ അരികിലാണ് ഇറങ്ങുകയെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഹൽ ഉനബ്ബിയുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അലാമൻ തനസ്സലു ശയാത്തീൻ, പിശാചുക്കൾ, ജിന്നുകൾ ഏത് ശരീരങ്ങളിലാണ് സന്നിവേശിക്കുക എന്ന് ഞാൻ പറയട്ടെയോ? തനസ്സലു അലാ കുല്ലി അഫ്ഫാക്കിൻ നസീം, പാപികളും പച്ച കള്ളം പറയുകയും ചെയ്യുന്നവരിൽ മാത്രമേ ജിന്നുകൾ സന്നിവേശിക്കുകയുള്ളൂ. ജിന്ന് കൂടിയ മനുഷ്യരെ പറ്റി ഉറപ്പിച്ചോളൂ, നല്ല അഫ്ഫാക്കാണ്, അയാൾ അസീമാണ്. അതാ ഖുർആൻ. എന്തൊരു റാഹത്തിന്റെ അറിയാം ഖുർആൻ പഠിക്കുമ്പോ. തനസ്സലു, ജിന്നുകൾ ഇറങ്ങും, അലാ കുല്ലി അഫ്ഫാക്കിൻ നസീം, കള്ള അഫ്ഫാക്ക്, പെരുന്നുണ പറയുന്നവൻ, അസീം പാപി. അത് നിങ്ങൾ കേട്ടു നോക്കൂ. നാട്ടിലെ നിസ്കാരവും നിലയും നോമ്പുമൊക്കെയായി നല്ല മനുഷ്യന്മാരായി നാട്ടുകാരോട് വയല് പറഞ്ഞു നടക്കുന്ന മതപണ്ഡിതന്മാരുടെ ഏതെങ്കിലും ഒരുത്തന്റെ കടിയിൽ എന്തെങ്കിലും ജിന്ന് കൂടിയിട്ടുണ്ടോ? പറയൂ നിങ്ങൾ. അങ്ങനെ നല്ല മനുഷ്യന്മാരായി നടക്കുന്ന ഒരുത്തന്റെ നടിയിൽ ജിന്ന് കൂടി ഇരിക്കുന്ന രംഗം കണ്ടിട്ടുണ്ടോ? ജിന്ന് കയറൂല, കൂടൂല.
എന്നാൽ ഈ കൂടിയ മനുഷ്യന്മാരുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഖുർആന്റെ ആയത്ത് ശരിയായിരിക്കും. അഫ്വാക്കായിരിക്കും ആ മനുഷ്യർ, അസീലുകളായിരിക്കും, പാപികളായിരിക്കും, കുരുത്തം കെട്ടവരായിരിക്കും അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. സത്യമാണ്, നിഷേധിക്കേണ്ട. ഇങ്ങനെ ചില മനുഷ്യന്മാർ ദുനിയാവിലുണ്ടാവും. നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ അന്നേരം ചിലപ്പോൾ ഒന്നും മിണ്ടില്ല എന്ന് പറയും, നാളെ വാന്ന് പറഞ്ഞു വരും, 8 മണിക്ക് വാന്ന് പറഞ്ഞു വരും, മറഞ്ഞ കാര്യം പറഞ്ഞിരിക്കാം, പോയ കാര്യത്തെപ്പറ്റി വിവരം കിട്ടിയെന്ന് വരാം, പലതും സംസാരിച്ചെന്ന് വരും, അറിയില്ലാത്തത്. ഔലിയ എന്ന് വിചാരിക്കേണ്ട. ഖുർആന്റെ എന്താരോ അഫ്വാക്ക് നസീം, ചികിത്സിക്കണം ആ മനുഷ്യനെ, കള്ളനാണ്, പാപിയാണ്, അതുകൊണ്ടാണ് ആ തടിയിൽ ജിന്നിന്റെ സ്വാധീനം ഉണ്ടായത് എന്ന്. കണ്ടോ? വളരെ വ്യക്തമായി അദ്ദേഹം പറയാണ്, ജിന്നുകൾ ഇറങ്ങി വരും, ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും, ചില ആളുകളെടുത്ത് സ്വാധീനിക്കും, മറിഞ്ഞ കാര്യം പറഞ്ഞു തരും. പക്ഷേ ആ ജിന്ന് പറയുന്നത് പോലെ മനുഷ്യൻ സംസാരിക്കും. ഇതാണ് ജിന്ന് കൂടുക എന്ന് പറയുന്നത്. പക്ഷെ അവൻ ആരാണ്? നമസ്കാരം, നോമ്പും നിലവാരമൊന്നുള്ള ആളായിരിക്കൂല. ഖുർആൻ പറയുന്നു, ഖുൽ ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ, ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങി വരിക? തനസ്സലു അലാ കുല്ലി അഫാക്കിൻ നസീം, ഏറ്റവും വലിയ നുണയനും വലിയ പാപിയുമാളുടെ അടുത്താണ്, കുറ്റവാളിയായവൻ്റെ അടുത്താണ് ഇറങ്ങി വരിക. കണ്ടോ? ഇത് ഞങ്ങൾ പറഞ്ഞതാ. അപ്പൊ ജിന്ന് കൂടുമെന്നും ജിന്ന് ഇറങ്ങി വരുന്നും ജിന്ന് സഹായിക്കുമെന്നും ഒക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വലിയ നേതാവായി കൊണ്ട് നടക്കുന്ന അബ്ദുർ റഊഫ് മദനിയാണ് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞതല്ല.